പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം ആയിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കുന്നതിന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സുമേഷ് സുകുമാരൻ അവറുകളാണ്. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തൻ്റെ ജീവിതാനുഭവം നമുക്ക് ഏവർക്കും അനുഗ്രഹമായി തീരേണ്ടതിന് പ്രാർത്ഥനയോട് ശ്രദ്ധയോട് ദൈവത്തിനായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സുമേഷ് സുകുമാരൻ അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് ദൈവാസനെ. കർത്താവിന്റെ ദാസനെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് സുമേഷ് സുകുമാരൻ, ഭാര്യ ജെന്നിസ്, 3 പെൺകുഞ്ഞുങ്ങൾ, അനായ, ഇവാനിയ, നഥാനിയ. അമ്മയുണ്ട്, അച്ഛൻ നിത്യതയിൽ ചേർക്കപ്പെട്ടു. അനിയത്തിയുണ്ട്, ഇവൾ കുടുംബസ്ഥയാണ്, ഹരിപ്പാട് അവളായിരിക്കുന്നു. ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് മുണ്ടിയപ്പള്ളിയിൽ നിന്നാണ്, തിരുവല്ലയിൽ മുണ്ടിയപ്പള്ളിയിൽ നിന്നാണ്. ഞാൻ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് മുണ്ടിയപ്പള്ളിയിൽ ശുശ്രൂഷിക്കുന്നു. ദൈവം സഹായിക്കും. ആമേൻ. താങ്ക് യു. കർത്താവിന്റെ ദാസനെ പരിചയപ്പെടുത്തിയത് വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ദൈവനാമമഹത്വത്തിന് വേണ്ടി തുടർമാനമായി സംസാരിക്കുന്നതിനായിട്ട് കർത്താവിന്റെ ദാസനെ ക്ഷണിച്ചുകൊള്ളു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അരോമ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനം. ബഹുമാനപ്പെട്ട ഡാനിയൽ ജോൺ പാസ്റ്റർ ഗുജറാത്തിൽ നിന്ന് ഈ അരോമ ടിവിയിൽ എൻ്റെ ജീവിതാനുഭവങ്ങൾ ഷെയർ ചെയ്യുവാനായിട്ട് എന്നെ ക്ഷണിച്ചതിന് വളരെ നന്ദിയുണ്ട്. എൻ്റെ ജീവിതം കർത്താവായ യേശു ക്രിസ്തുവിനാൽ രൂപാന്തരപ്പെടുകയുണ്ടായി. പാപവഴികളിൽ, ശാപവഴികളിൽ നടന്നിരുന്ന എൻ്റെ ജീവിതം കർത്താവായ യേശു ക്രിസ്തു മാറ്റി എന്നെ അനുഗ്രഹിച്ചു. എൻ്റെ ജീവിതത്തിൽ ഇല്ലാതിരുന്ന സന്തോഷം, സമാധാനം, അനുഗ്രഹങ്ങൾ വലിയവനായ ദൈവം നൽകി. അത് അരോമ ടിവിയിലൂടെ പ്രിയ ശ്രോതാക്കളോട് സംസാരിപ്പാൻ ഒരു അവസരമുണ്ടായതിന് ദൈവത്തിന് കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. മുഖാന്തരമായി തീർന്ന പ്രിയ ഡാനിയൽ പാസ്റ്ററോട് നന്ദിയുണ്ട്. ദൈവം സഹായിക്കട്ടെ. എൻ്റെ പേര് സുമേഷ് എന്നാണ്. എൻ്റെ പിതാവിൻ്റെ പേര് സുകുമാരൻ, അമ്മയുടെ പേര് ഉഷാകുമാരി. എനിക്ക് ഒരു അനിയത്തിയുണ്ട്, സുഷ. അവൾ വിവാഹസ്ഥയാണ്. വിജീഷ് എന്നാണ് അവളുടെ ഭർത്താവിൻ്റെ പേര്. 2 ആൺപൈതങ്ങൾ അവർക്കുണ്ട്. ഞാൻ കുടുംബസ്ഥനാണ്. എൻ്റെ ഭാര്യയുടെ പേര് ജെന്നീസ്. 3 പെൺമക്കളെ ദൈവം ഞങ്ങൾക്ക് ദാനമായി നൽകിയുണ്ടായി. ഞാൻ ജനിച്ചതും വളർന്നതുമെല്ലാം തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട എന്ന് പറഞ്ഞ പട്ടണത്തിൽ ആണ് ഞാൻ ജനിച്ചത്. എൻ്റെ അമ്മയ്ക്കും അച്ഛനും മൂത്ത സന്താനമായി ഞാൻ ജനിച്ചു. 1986 സെപ്റ്റംബർ മാസം 2-ാം തീയതി. ഒരു ഹൈന്ദവ നായർ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. എൻ്റെ പിതാവ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. എൻ്റെ മാതാവ് ഗവൺമെന്റ് നേഴ്സായിരുന്നു. അമ്മയുടെ വീട്ടിൽ 5 പെൺമക്കൾ, അതിൽ 4ാമത്തതാണ് എൻ്റെ അമ്മ. അച്ഛൻ്റെ വീട്ടിൽ സഹോദരങ്ങളുണ്ട്. 7ാമതായി എൻ്റെ അച്ഛൻ ജനിക്കുകയുണ്ടായി. തൃശ്ശൂർ ജില്ലയിൽ അയ്യന്തോൾ എന്ന് പറഞ്ഞിടത്ത് വിളക്കപ്പള്ളി എന്ന വലിയ തറവാട്ടിലാണ് എൻ്റെ പിതാവിൻ്റെ ജനനം. എൻ്റെ മാതാവ് തൃശ്ശൂർ ജില്ലയിൽ
ഇരിഞ്ഞാലക്കുട എന്ന് പറഞ്ഞ പട്ടണത്തിൽ കഴങ്കോളിൽ എന്ന് പറഞ്ഞ തറവാട്ടിലാണ് നാലാമതായി എൻ്റെ അമ്മ ജനിച്ചത്. ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിലാണ് എൻ്റെ വളർച്ച മുഴുവൻ. എൻ്റെ പിതാവ് പോലീസ് ഉദ്യോഗസ്ഥനായ ഞാൻ പറഞ്ഞല്ലോ, നല്ല ഒരു പോലീസുകാരനായിരുന്നു എൻ്റെ അച്ഛൻ. പക്ഷേ ഞങ്ങൾക്ക് നല്ലൊരു പിതാവ് ആയിരുന്നില്ല. സ്നേഹനിധി ആയിരുന്നു എങ്കിൽ തന്നെയും മദ്യപാനത്തിന് അടിമയായിരുന്നു എൻ്റെ പിതാവ്. അനേക കുടുംബങ്ങൾക്ക് തകർച്ചയ്ക്ക് കാരണമായ ഈ മദ്യപാനത്തിന്റെ പിടിയിലായിരുന്നു എൻ്റെ പിതാവ്. കൂട്ടുകാർക്കും നാട്ടുകാർക്കും എൻ്റെ പിതാവ് നല്ലൊരു മനുഷ്യനായിരുന്നു. ആരെയും സഹായിക്കുവാനും സ്നേഹിക്കുവാനും കരുതുവാനുള്ള വലിയ മനസ്സ് എൻ്റെ അച്ഛനുണ്ടായിരുന്നു. പക്ഷെ എന്തോ എൻ്റെ അമ്മയെയും എന്നെയും എൻ്റെ അനിയത്തിയെയും ഇഷ്ടമായിരുന്നു എങ്കിലും മദ്യപാനത്തിന് അടിമയായിരുന്നത് കൊണ്ട് മദ്യപാനത്തിന്റെ തിക്ത അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഒത്തിരി അനുഭവിക്കേണ്ടതായിട്ട് വന്നു. നല്ലവരായിരുന്ന എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും സഹോദരങ്ങൾ, ഞങ്ങളുടെ അയൽവാസികൾ ഞങ്ങളോട് കരുണയുണ്ടായിരുന്നത് കൊണ്ട്, ഞങ്ങളോട് സ്നേഹമുണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങളുടെ ബാല്യകാലം കഴിച്ചു കൂട്ടുവാനായിട്ടിടയായി. എന്ന് പറഞ്ഞാൽ മദ്യപിച്ച് മദോന്മതനായി എൻ്റെ പിതാവ് വീട്ടിലേക്ക് വരുമ്പോൾ രാത്രിയിൽ ഞങ്ങൾക്ക് കിടന്നുറങ്ങുവാൻ ഞങ്ങളുടെ വീട്ടിൽ കഴിയുമായിരുന്നില്ല. അമ്മേ, എൻ്റെ അനിയത്തിയെ, എന്നെ നിരന്തരം ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു എൻ്റെ പിതാവിൻ്റേത്. മിക്ക മദ്യപാനികളുടെ വീട്ടിൽ അങ്ങനെ തന്നെയാണല്ലോ. സ്വസ്ഥത, സമാധാനം എന്തെന്നറിയാതിരുന്ന കാലഘട്ടങ്ങൾ. എന്നാൽ ഞങ്ങളുടെ കിഴക്കേ വീടും വടക്കേ വീടും ഞങ്ങളെ അങ്ങനെയാണ് പൊതുവെ തെക്കേക്കാർ, വടക്കേക്കാർ, കിഴക്കേക്കാർ അങ്ങനെയാണ് പറയാറ്, ആളുകളുടെ പേര് പറയുന്നതിനേക്കാളും. അതുകൊണ്ട് രാത്രിയിൽ തെക്കേക്കാരുടെ വീട്ടിൽ കിടക്കും, ചിലപ്പോൾ വടക്കേക്കാരുടെ വരാന്തയിലായിരിക്കും. ഹൈന്ദവ ഭവനങ്ങളിൽ പണ്ട് സ്ത്രീകൾക്ക് പതിവ് വരുന്ന സമയങ്ങളിൽ പാർക്കാനായിട്ട് പ്രത്യേക ഇടങ്ങളുണ്ട്. ചെറിയൊരു പെര കാണും, അവിടെ ഭക്ഷണം വയ്ക്കാനുള്ള ചെറിയ സംവിധാനങ്ങൾ കാണും. അപ്പൊ അങ്ങനെയുള്ള ആ ചെറിയ പെരകൾ അവിടെയായിരുന്നു രാത്രിയിൽ ഞങ്ങൾ കഴിച്ചു കൂട്ടുവാനായിട്ട് ഇടയാകുന്നത്. രാത്രി മുഴുവൻ എൻ്റെ അമ്മ എന്നെ, അനിയത്തിയെ വീടിന് ചുറ്റും ഓടിക്കുന്ന രംഗങ്ങൾ ഇന്നും ഭീതിയോടെയാണ് ഓർക്കുന്നത്. എൻ്റെ സഹോദരങ്ങളോട്, എൻ്റെ കേൾവിക്കാരോട് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാനായിട്ടുള്ളത്, മദ്യപാനം ഉപേക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മദ്യപാനം കൊണ്ട് ആരും ഒന്നും ഇവിടെ നേടിയിട്ടില്ല. മദ്യം വിൽക്കുന്നവരുടെ വീടുകൾ ഒരുപക്ഷെ 2 നിലയായി കാണും, 3 നിലയായി കാണും. അവരുടെ വീട്ടിൽ വാഹനങ്ങളുടെ എണ്ണങ്ങൾ കൂടിക്കാണും. അവരുടെ കുഞ്ഞുങ്ങൾ ഇന്റർനാഷണൽ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ടാകും. പക്ഷെ മദ്യപാനത്തിന് അടിമപ്പെട്ടവരുടെ വീടുകൾ, കുഞ്ഞുങ്ങൾ ഭയത്തിലാണ്, ആശങ്കകളിലാണ്, പട്ടിണിയിലാണ്, ദാരിദ്ര്യത്തിലാണ്, കടബാധ്യതകളിലാണ്, സ്വസ്ഥതയില്ലായ്മകളിലാണ്. അതുകൊണ്ട് മദ്യപാനത്തോട് വിട പറയുന്നതാണ് ഏറ്റവും നല്ലത്. ടേസ്റ്റ് നോക്കുവാൻ ചുമ്മാ കൂട്ടുകാരുടെ കൂടെ രസത്തിന് തുടങ്ങിയതാണ് എന്ന് അച്ഛൻ പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നീട് ഒരിക്കലും അത് ഉപേക്ഷിക്കാനായിട്ട് കഴിയാതെ വിധം അച്ഛൻ്റെ ജീവിതത്തിൽ അച്ഛനെ അതൊരു അടിമയാക്കുകയായിരുന്നു മദ്യപാനം. ഞങ്ങളുടെ ബാല്യകാലം, എൻ്റെയും അനിയത്തിയുടെയും ബാല്യകാലം ഓർക്കുമ്പോൾ ഇന്നും ഭയമാണ്. ഓർക്കുവാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ബാല്യം, വേദന നിറഞ്ഞ, ആശങ്ക നിറഞ്ഞ ബാല്യം. ഒരു വിവാഹ വീട്ടിൽ പോകുവാനായിട്ട് കഴിയുമായിരുന്നില്ല. അവിടെ അച്ഛൻ മദ്യപിക്കുന്നത് കാണുകയും അവിടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ
ഞങ്ങൾ ഒത്തിരി വേദനിപ്പിക്കാറുണ്ട്. ബന്ധുക്കളുടെയും ചർച്ചക്കാരുടെയും വീടുകളിൽ ചെല്ലുമ്പോൾ അവിടെ സ്റ്റേ ചെയ്യേണ്ട എന്ന് പറയും. കാരണം രാത്രി നിന്റെ പിതാവ് മദ്യപിച്ച് ഇവിടെ വന്നാൽ ഞങ്ങൾ ഇവിടെ സ്വസ്ഥതയോടെ കഴിയുന്ന വീടാണ്, ഇടങ്ങളാണ് ഇവിടെ, ഇത് പ്രയാസമാകും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരു കുടിയന്റെ മകൻ എന്ന് ഓമനപ്പേര് ചെറുപ്പത്തിൽ ഞങ്ങൾ കുടിക്കുന്നില്ല എങ്കിലും മദ്യപിക്കുന്നില്ല എങ്കിലും മദ്യപാനം ഞങ്ങളോട് ചേർത്ത് വെച്ച് കെട്ടിയ ബാല്യകാലം ഓർത്തു പോവുകയാണ്. എൻ്റെ അമ്മ നേഴ്സായിരുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. പെരിന്തൽമണ്ണയിലായിരുന്നു ആദ്യം ഗവൺമെന്റ് തലത്തിൽ അമ്മ ജോലി ചെയ്യുന്നത്. തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട അടുത്ത മാപ്രാണത്തിനടുത്ത ലാൽ മെമ്മോറിയൽ ഹോസ്പിറ്റലിലാണ് അമ്മ ജോലി തുടങ്ങുന്നത്. പ്രൈവറ്റ് സ്ഥാപനമായിരുന്നു. പിന്നീട് ഗവൺമെന്റ് തലത്തിലേക്ക് ലഭിക്കുകയുണ്ടായി. മലപ്പുറം ജില്ലയിൽ എൻ്റെ അമ്മ ജോലി ചെയ്യുന്ന സമയം അന്ന് അമ്മയുടെ കൂടെ ജോലി ചെയ്തിരുന്ന നേഴ്സ് തൻ്റെ മകനെ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയ വിധം അമ്മയോട് പറയുകയുണ്ടായി. അത് തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളത്തിനടുത്ത് കുറുക്കൻപാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബദനി മഠം, അവിടെയാണ് ആ സിസ്റ്ററുടെ മകനെ കൊണ്ടു ചെന്നാക്കിയത്. അപ്പം അച്ഛൻ രാത്രിയിൽ മദ്യപിച്ച് വന്ന് പ്രയാസങ്ങൾ ഉണ്ടാക്കുമ്പോൾ എൻ്റെയും അനിയത്തിയുടെയും പ്രയാസങ്ങൾ കണ്ടിട്ട് അമ്മയ്ക്ക് ചിലപ്പോൾ നൈറ്റിനു ഡ്യൂട്ടിക്ക് പോകേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പം തനിച്ച് വീട്ടിൽ ആക്കി പോകുവാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടപ്പോൾ അമ്മയുടെ ആ കൂടെ വർക്ക് ചെയ്ത ആ സിസ്റ്റർ പറഞ്ഞു, കുന്നംകുളത്തുള്ള ബദനി ആശ്രമത്തിൽ ആക്കിയാൽ ഒരു പരിധി വരെ നിന്റെ മക്കൾ അവിടെ സേഫ് ആകും. അങ്ങനെ മനസ്സില്ല മനസ്സോടെ എൻ്റെ അമ്മ എന്നെയും എൻ്റെ അനിയത്തിയെയും കുന്നംകുളത്തിനടുത്ത് കുറുക്കൻപാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ ഹോസ്റ്റലിൽ കൊണ്ടാക്കുക. എനിക്ക് ഇന്ന് പോലെ ഓർമ്മയുണ്ട്. എൻ്റെ അമ്മ എന്നെ അവിടെ ആക്കിയിട്ട് പോകുമ്പോൾ ആ ഗേറ്റിലേക്ക് അടുത്തെത്തുമ്പോൾ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് സിസ്റ്റർമാരുടെ കൈ കൊതറി ഓടി ആ കയറ്റം ഇങ്ങനെ ഓടിപ്പോകുന്ന രംഗം ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഒരു മുറിവാണ്. കാരണം ബാല്യത്തിലെ അമ്മയെ വിട്ടു പിരിയേണ്ട ആ ഒരു സന്ദർഭം. അച്ഛൻ ഇങ്ങനെ മദ്യപിച്ച് നടക്കുന്നത് കൊണ്ട് പേടിയാണ് അച്ഛനെ. ഒരു ആജാനുബാഹുവായ മനുഷ്യനാണ്. നല്ല കൊമ്പമീശയൊക്കെ ഉണ്ട്. പോലീസുകാരനാണ്. ആരോഗ്യ ദൃഢഗാത്രനാണ്. പേടിയാണ് എനിക്ക് എൻ്റെ അച്ഛനെ. എല്ലാമായ അമ്മ ഒറ്റയ്ക്ക് എവിടെയോ കൊണ്ടുനാക്കി പോകുകയാണോ എന്ന ചിന്ത മനസ്സിൽ വലിയ മുറിവ് അന്ന് തരികയാണ്. പ്രിയ പിതാക്കന്മാരെ, സഹോദരങ്ങളെ, മദ്യപാനം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വരുത്തി വെക്കുന്ന മുറിവ് ആഴമുള്ളതാണ് എന്ന് മറന്നു പോകരുത്. ലഹരികൾക്ക് അടിമപ്പെട്ട ആരും ഒന്നും നേടിയിട്ടില്ല. തകർച്ചകളും ഇല്ലായ്മകളും വല്ലായ്മകളും കഷ്ടതകളും കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നതേ അതുകൊണ്ടൊക്കെ ഉപകരിച്ചിട്ടുള്ളൂ. ഞാൻ അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ഹോസ്റ്റലിൽ ജീവിതം നയിക്കുകയാണ്. LKG UKG 1-ാം ക്ലാസ്. 1-ാം ക്ലാസ് ആയപ്പോൾ എൻ്റെ അനീതിയെയും അവിടെ കൊണ്ടുവന്നാക്കുകയാണ്. പിന്നീടുള്ള കാലങ്ങൾ ഓർത്തെടുക്കുമ്പോൾ വേദനയാണ്. ഓണത്തിന്റെ അവധി, ക്രിസ്മസിന്റെ അവധി, വലിയ അവധി, ഇതൊക്കെ വരുമ്പോൾ അവരുടെ കുഞ്ഞുങ്ങളെ, മറ്റുള്ള കുഞ്ഞുങ്ങളെയൊക്കെ പാരൻസ് വളരെ സ്നേഹത്തോടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് നിറകണ്ണുകളോടെ ഞങ്ങൾ നോക്കിക്കാണും. വീട് ഇല്ലാഞ്ഞിട്ടല്ല, സ്നേഹനിധിയായ ഒരു അമ്മുമ്മ എനിക്കുണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ അമ്മ, എൻ്റെ അമ്മയുടെ ചേച്ചിമാർ, അനിയത്തി, അച്ഛൻ്റെ ജ്യേഷ്ഠന്മാർ, അനിയത്തി, അവർക്കൊക്കെ ഞങ്ങളെ വലിയ കാര്യമാണ്, സ്നേഹമാണ്. പക്ഷേ ഒത്തിരി ദിവസം ഞങ്ങളെ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തുവാനായിട്ട് കഴിയുകയില്ല. കാരണം പിതാവ് മദ്യപിച്ച് അവിടെ എത്തും. പ്രശ്നങ്ങളാണ്. അതുകൊണ്ട്
ഓണത്തിന്റെ ക്രിസ്മസിന്റെ വെക്കേഷനൊക്കെ ആ ഹോസ്റ്റലിൽ കഴിച്ചു കൂട്ടേണ്ടതായിട്ട് വരികയാണ്. അപ്പനുണ്ട്, അമ്മയുണ്ട്, എല്ലാവരുമുണ്ട്. പക്ഷെ ആരുമില്ലാത്തവരെ പോലെ, കൂട്ടിലിട്ട കിളികളെ പോലെ ജീവിതം അവിടെ നയിക്കുകയാണ്. ഓരോ കുഞ്ഞുങ്ങളുടെയും മാതാപിതാക്കൾ വരുമ്പോൾ ഡയറി മിൽക്കും മിൽക്കി ബാറും ഒക്കെ കൊടുത്തു പോകുമ്പോൾ കണ്ണുകൾ നിറയാറുണ്ട്. ആ ഹോസ്റ്റലിൽ അന്ന് അവിടെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കൾ ബൂസ്റ്റും ബോൺവിറ്റയും വിവയും ഒക്കെ കൊടുത്തു പോകുന്നത് കാണാറുണ്ട്. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് പാലാണ്, പാലിൽ കലക്കി കൊടുത്തു വിടുന്നതാണ്. അവരിങ്ങനെ ഗ്ലാസ്സിൽ ഇങ്ങനെ അത് കലക്കുമ്പോൾ അപ്പുറത്ത് ഇങ്ങനെ നോക്കിയിരിക്കും. ചിലപ്പോൾ അവിടെയുള്ള സിസ്റ്റർമാർക്ക് കനിവ് തോന്നിയിട്ട് അപ്പുറത്ത് പാലിൽ കലക്കുന്നതോടൊപ്പം ഞങ്ങളുടെ ഗ്ലാസ്സുകളിലും ഇടയ്ക്ക് കലക്കി തരുന്നത് നന്ദിയോട് ഓർക്കുന്നുണ്ട്. ആ ബദനി മഠത്തിൽ ഉണ്ടായിരുന്ന, ഇപ്പോൾ ആ സിസ്റ്റർ നെറ്റിയിൽ ചേർക്കപ്പെട്ടു, രൂത്ത് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റർ ഉണ്ട്. അധികം ഹൈറ്റ് ഒന്നുമില്ല, പക്ഷെ വളരെ ഹൃദയത്തിന് വിശാലത ഉണ്ടായിരുന്ന ഒരു സിസ്റ്റർ. വളരെ ഞങ്ങളെ സ്നേഹിച്ചിരുന്ന, ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളൊക്കെ നല്ലതുപോലെ അറിഞ്ഞിരുന്ന സിസ്റ്റർ ഞങ്ങളെ അത്രമേൽ കരുതുമായിരുന്നു. ഒരു സ്റ്റീഫൻ അച്ഛനുണ്ടായിരുന്നു, ഒരു മത്തായി അച്ഛനുണ്ടായിരുന്നു. ഞങ്ങളെ ഒത്തിരി സ്നേഹിച്ചിരുന്നു, ഒത്തിരി കരുതിയിരുന്നു. ഇന്നൊന്ന് വണ്ണം അതൊക്കെ ഓർമ്മയുണ്ട്. 1ാം ക്ലാസ്സൊക്കെ കഴിയാറായപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വിദേശത്ത് കടന്നു പോകുവാനായിട്ട് ഒരു അവസരം ഉണ്ടാകുകയാണ്. പോകുവാനുള്ള കാരണം വിദേശം കൊതിച്ചിട്ടല്ല, അമ്മ ജീവിതം അടുത്തു പോയിരുന്നു. ആത്മഹത്യ ചെയ്യണമെന്ന് ആഗ്രഹമായിരുന്നു അമ്മയുടെ മനസ്സിൽ. പക്ഷെ കുഞ്ഞുങ്ങളുടെ മുൻപിൽ, ബന്ധുക്കളുടെ മുമ്പിൽ, ചാർച്ചക്കാരുടെ മുമ്പിൽ ആത്മഹത്യ ചെയ്യണമെന്നുള്ള ആ ചിന്ത നാട്ടിൽ വെച്ച് ചെയ്യരുത്, പുറത്തെവിടെങ്കിലും പോയി ആരും അറിയാതെ അവിടെ കൊണ്ട് ജീവിതം തീരട്ടെ എന്ന് കരുതിയിരുന്ന എൻ്റെ അമ്മ. ഏറ്റവും ഭക്തി ഉണ്ടായിരുന്നത് എൻ്റെ അമ്മയ്ക്കായിരുന്നു. വീട്ടിൽ പോകാത്ത ഇടങ്ങളില്ല, നേർച്ച കാഴ്ചകൾ കാണിക്കാത്ത ഇടങ്ങളില്ല, എല്ലാ ഇടങ്ങളിലും കടന്നു ചെന്നു. ഭർത്താവിന്റെ മദ്യപാനം മാറുവാൻ, ജീവിതത്തിന് സമാധാനം ഉണ്ടാകുവാൻ. പക്ഷെ എവിടെയും ലഭിച്ചില്ല എന്നുള്ളത് ദുഃഖകരമായ അവസ്ഥയായിരുന്നു അമ്മയുടെ ജീവിതത്തിൽ. അതുകൊണ്ട് ജീവിതം അടുത്തു, ആത്മഹത്യക്ക് കുതിച്ചു. ആ സമയത്ത് ഒരു പ്രൈവറ്റ് കമ്പനി സൗദിയിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചു. 94-ൽ എൻ്റെ അമ്മ സൗദിയിലേക്ക് കടന്നു പോവുകയാണ്. എൻ്റെ ജീവിതം പറയുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയെ ജീവിതവുമായിട്ട് ചേർത്ത് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ സാക്ഷ്യം പൂർണ്ണമാകിയില്ല. എൻ്റെ അമ്മ ഉഷാകുമാരി ഒത്തിരി കഷ്ടതയിലൂടെ പോയ ഒരു മാതാവ്. എല്ലാ അനുഗ്രഹത്തിനും പുറകിൽ യേശു കഴിഞ്ഞാൽ എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ എനിക്ക് വേണ്ടി, എൻ്റെ അനിയത്തിക്ക് വേണ്ടി ഒത്തിരി ത്യാഗം സഹിച്ചു. ഒത്തിരി ത്യാഗം. അത് വിസ്താര ഭയത്താൽ ഞാനിവിടെ നിർത്തുകയാണ്. 94-ൽ അമ്മ സൗദിയിൽ പോകുകയാണ്. അന്ന് തിരുവല്ലയിൽ കൊടിയാടിയടുത്ത് താമസിക്കുന്ന 1-2 നേഴ്സുമാർ, റാന്നി മന്നമരുതി മേഖലയിലുള്ള 1-2 സിസ്റ്റർമാർ, ഒരു പേര് എനിക്ക് ഓർമ്മയില്ല, അമ്മയും മറന്നിരിക്കുന്നു. ഞാൻ ചോദിച്ചിരുന്നു, അമ്മയും മറന്നിരിക്കുന്നു. പക്ഷെ ആ നേഴ്സുമാർ സൗദിയിൽ ജോലി കഴിഞ്ഞ്, അവരൊക്കെ മാർത്തോമ CSI ബാക്ക്ഗ്രൗണ്ടിലുള്ള സിസ്റ്റർമാരായിരുന്നു. പക്ഷെ അവർ യേശുവിനോട് പ്രാർത്ഥിക്കുക പതിവായിരുന്നു. യേശു നല്ലവൻ എന്നുള്ള പാട്ടുകൾ അവർ പാടുമായിരുന്നു. തീവ്ര ഹിന്ദു മേഖലയിലായിരുന്ന എൻ്റെ അമ്മ അവരെ എതിർക്കുമായിരുന്നു. വളരെ ബുദ്ധിമുട്ടുകൾ എൻ്റെ അമ്മ അവർക്ക് സൃഷ്ടിക്കുമായിരുന്നു. പക്ഷെ ഒരിക്കൽ ആ പ്രാർത്ഥന കൂട്ടത്തിൽ അമ്മ പോയി ഇരിക്കുകയാണ്. യേശുവിലൂടെ ലഭിക്കുന്ന സമാധാനം ആ സിസ്റ്റർമാർ അമ്മയോട് പറയുകയാണ്. സമാധാനം എന്തെന്നറിയാതെ, സ്വസ്ഥത എന്തെന്നറിയാതെ, കണ്ണുനീര് കുടിച്ചും കണ്ണുനീര് ആഹാരമാക്കി മുന്നോട്ട് പോയിരുന്ന എൻ്റെ അമ്മയ്ക്ക്
യേശുവിന്റെ വചനങ്ങൾ ആശ്വാസമാകുകയായിരുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ബൈബിൾ ക്രിസ്ത്യാനിയുടെ മാത്രമാണെന്ന് കരുതിയിരുന്ന എൻ്റെ അമ്മ അങ്ങനെയല്ല. ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്. അത് വിശ്വസിക്കുന്ന ഏവർക്കും ചൈതന്യം വരുത്തുവാൻ കഴിവുള്ള വചനമാണ് എന്ന് അമ്മ അവിടെ മനസ്സിലാക്കുകയായിരുന്നു. യേശുവിന്റെ വചനം അമ്മ ഉറപ്പിച്ചു. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു, അത് ലോകം തരുന്ന പോലെയല്ല എന്നരുളി ചെയ്ത യേശുനാഥന്റെ വാക്കുകൾ അമ്മയുടെ ഹൃദയത്തിനകത്ത് കുളിർമ തരികയായിരുന്നു. അമ്മയുടെ ഹൃദയത്തിനകത്ത് യേശു സമാധാനം നൽകി. യേശുവിലൂടെ ലഭിക്കുന്ന നിത്യജീവനെ കുറിച്ച് അമ്മ മനസ്സിലാക്കുകയാണ്. യേശുവിനെ സ്വന്തം കർത്താവായി രക്ഷിതാവായി സ്വീകരിക്കാനുള്ള ഭാഗ്യം സൗദിയിൽ വെച്ച് അമ്മയ്ക്ക് ലഭിക്കുകയാണ്. ദൈവത്തിന്റെ വഴികൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രവാചക പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി കൃത്യമായി സംസാരിക്കും. അത് ഇസ്രായേലുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തിയ വചനങ്ങളാണെങ്കിലും നിശ്ചയമായും എൻ്റെ അമ്മയുടെ ജീവിതത്തിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി അമ്മയോട് ദൈവം സംസാരിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഇന്നും ഒരു പ്രത്യാശയ്ക്ക് വകയുണ്ട് കേട്ടോ. എല്ലാതും തകർന്നു എന്ന് കരുതിയാലും, എല്ലാതും കൈവിട്ടു പോയി എന്ന് കരുതിയാലും, ഈ നൂക്ഷര മരുഭൂമിയിലൂടെയുള്ള യാത്രയാണെന്ന് തോന്നിയാലും, ഉണങ്ങിയ ഒരു കൊമ്പ് പോലെ ഉണങ്ങിപ്പോയതാണെങ്കിലും, വെട്ടപ്പെട്ടു എന്ന് കരുതുന്നതാണെങ്കിലും, യേശു ജീവന്റെ ദാതാവാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് അരുളി ചെയ്ത യേശുനാഥന്റെ വചനങ്ങൾ എൻ്റെ അമ്മയെ ജീവിപ്പിച്ചതുപോലെ നിങ്ങളെയും ജീവിപ്പിക്കുവാൻ കരുത്തുണ്ട്. ഇത് എൻ്റെ ജീവിത അനുഭവമാണ്, എൻ്റെ അമ്മയുടെ ജീവിത അനുഭവമാണ്. ഞങ്ങളെ ഞങ്ങളാക്കിയ യേശുനാഥന്റെ പ്രവൃത്തിയാണ്. യേശു ഇന്നും ജീവിക്കുന്നു. താങ്കളുടെ ജീവിതത്തിലെ പ്രശ്നം എന്ത് തന്നെയാണെങ്കിലും പരിഹരിപ്പാൻ ഞാൻ ഈ സംസാരിക്കുന്ന പ്രസംഗിക്കുന്ന യേശു കർത്താവിന് കഴിയുമെന്നുള്ളത് രണ്ടു പക്ഷം ഇല്ല. സൗദിയിൽ വെച്ച് അമ്മ യേശുവിനെ അറിഞ്ഞു. ഞങ്ങളോട് പതിയെ പതിയെ യേശുവിനെ പറ്റി അമ്മ പറയുമായിരുന്നു. പക്ഷേ എനിക്ക് യേശു ക്രിസ്ത്യാനികളുടെ ദൈവമാണ്, എനിക്ക് ബൈബിൾ ക്രിസ്ത്യാനികളുടെ ബൈബിളാണ്, ഞാൻ ജനിച്ചു വളർന്ന ഒരു മതമുണ്ട്, ഞാൻ ജനിച്ചു വളർന്ന ഒരു രീതിയുണ്ട്, ഞാൻ വിശ്വസിച്ചു പോകുന്ന ഒരു പ്രമാണമുണ്ട്, വിശ്വാസ സംഹിതകളുണ്ട്, വലിയൊരു കൂട്ടം സമൂഹം എൻ്റെ കൂടെയുണ്ട്. അതിനപ്പുറമായി ചിന്തിപ്പാൻ എൻ്റെ ഇടുങ്ങിയ മനസ്സിന് കഴിയുമായിരുന്നില്ല. എനിക്ക് ഉൾക്കൊള്ളുവാൻ ഒട്ടും കഴിഞ്ഞിരുന്നില്ല. എൻ്റെ അമ്മയുടെ സഹോദരങ്ങൾ, അച്ഛൻ്റെ സഹോദരങ്ങൾ, ബന്ധുക്കൾ, ചർച്ചക്കാർ അമ്മയുടെ ഈ മനപരിവർത്തനത്തെ ചോദ്യം ചെയ്യുകയുണ്ടായി. പക്ഷേ ക്രിസ്തുയേശുവിലുള്ള അചഞ്ചലമായ വിശ്വാസം അമ്മയെ ഉറപ്പിച്ചു പോന്നുകൊണ്ടേയിരുന്നു. ദൈവവചനത്തിൽ അമ്മ നിരന്തരം ഉറച്ചുകൊണ്ടേയിരുന്നു. പ്രിയപ്പെട്ടവരെ, വിശ്വാസ മാർഗം എന്ന് പറയുന്നത് നേട്ടങ്ങളുടെ മാർഗം മാത്രമല്ല. അവിടെ എതിർപ്പുകളുണ്ട്, സഹനങ്ങളുണ്ട്, കഷ്ടതകളുണ്ട്, പീഡനങ്ങളുണ്ട്, ഒറ്റപ്പെടലുകളുണ്ട്. പക്ഷേ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്നാണ് ദൈവവചനത്തിൽ എഴുതിയിട്ടുള്ളത്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണ് വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള ജീവകിരീടം പ്രാപിക്കാൻ കഴിയുമെന്നാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. എൻ്റെ അമ്മയുടെ ജീവിതം എനിക്ക് ഇന്നും അത്ഭുതമാണ്. കടന്നുപോയ ജീവിത സാഹചര്യം തീ ചൂളയാണ്, അക്ഷരാർത്ഥത്തിൽ ചൂളയാണ്. അത് വിവരിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. എനിക്ക് വാക്കുകൾ പോരാ അമ്മയുടെ ജീവിതം വർണ്ണിക്കാൻ. പക്ഷേ ഒന്നെനിക്ക് പറയാനായിട്ട് കഴിയും: ഏത് ശോധനയിലൂടെ പോകുന്ന മനുഷ്യനെയും പിടിച്ചു നിർത്താൻ കരുത്തുള്ളവനാണ് യേശുക്രിസ്തു. ഏത് വേദനയിലൂടെയും പോകുന്ന മനുഷ്യനെ യേശുവിനെ സഹായിക്കാനായിട്ട് കഴിയും. എത്ര ചൂളയാണെങ്കിലും കർത്താവിന് നിലനിർത്താനായിട്ട് കഴിയുമെന്ന് എൻ്റെ അമ്മയുടെ ജീവിതത്തിൽ നിന്ന് എനിക്ക് പറയാനായിട്ട് കഴിയും. ശുദ്ധ പത്രോസ്ലീഹ പറയുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ
ശോധനയ്ക്കായിട്ട് അപൂർവ കാര്യങ്ങൾ വന്നുകൂടി എന്ന് കരുതി ആശ്ചര്യപ്പെട്ടു പോകരുത്. മഹത്വത്തിന്റെ ആത്മാവായ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ട്. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലും തളർന്നു പോകരുത് എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. എൻ്റെ അമ്മയുടെ ജീവിതം എനിക്കൊരു അത്ഭുതമാണ്. ഞാന് വളർന്നു എൻ്റെ വിദ്യാഭ്യാസമെല്ലാം കുന്നംകുളത്തുള്ള ബെഥനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. എൻ്റെ അനിയത്തിയും അവിടെ തന്നെ. 10ാം ക്ലാസ് വരെ ഞാനും അനിയത്തിയും അവിടെ തന്നെയാണ് പഠിച്ചത്. ആ കുന്നംകുളം ബെഥനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അടുത്ത് കുറച്ച് പുറകിലോട്ട് മാറിപ്പോയാൽ ഒരു JJ സ്കൂൾ ഓഫ് ഫൈൻ ആർട്സ് ഉണ്ട്. അവിടെ അപ്പു മാഷ് എന്ന് പറഞ്ഞ ഒരു ഡ്രോയിങ് മാഷ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു ക്വാർട്ടേഴ്സ് ഉണ്ട്, ചുങ്കത്ത് ക്വാർട്ടേഴ്സ്, ഗാന്ധി നഗർ എന്ന് പറയും. അവിടെ തൻ്റെ ആ ക്വാർട്ടേഴ്സിനകത്താണ് ഞങ്ങളുടെ ബാല്യകാലം മുഴുവൻ കഴിച്ചുകൂട്ടുന്നത്. എൻ്റെ അമ്മയുടെ തറവാട് ഇരിഞ്ഞാലക്കുട ഗാന്ധിഗ്രാമിലാണ്. അവിടെ ശവക്കോട്ടയുടെ അങ്ങനെയാണ് പറയുന്നത്, താഴോട്ട് അങ്ങിറങ്ങി ചെന്ന് കോതകുളംകാരുടെ കടുത്ത് അങ്ങനെയാണ് അവിടെ പറയുന്നത്. ആ തറവാട്, ജനിച്ചു വളർന്ന തറവാട് എനിക്കിന്നും മധുരമായ ഓർമ്മകളുള്ള, സ്നേഹമുള്ള ആ കൊച്ചു ഗ്രാമം. പക്ഷേ അവിടെ ജീവിക്കണമെന്നുള്ള ഞങ്ങളുടെ ആഗ്രഹം തുടരാനായിട്ട് കഴിഞ്ഞില്ല. കാരണം അച്ഛന്റെ മദ്യപാനം കാരണം തറവാട്ടിൽ എൻ്റെ സ്നേഹനിധിയായ അമ്മുമ്മയുണ്ട്. അച്ഛന്റെ മദ്യപാനം കാരണം അവർക്ക് അവിടെ താമസിക്കാൻ പറ്റുന്നില്ല, ബുദ്ധിമുട്ടുകളാണ്. അങ്ങനെ തറവാട്ടിൽ നിന്ന് കുന്നംകുളത്തേക്ക് മാറി പോകേണ്ടതായിട്ട് വരികയാണ്. അങ്ങനെയാണ് അപ്പു മാഷിന്റെ ചുങ്കത്ത് ക്വാർട്ടേഴ്സിൽ ഞങ്ങൾ വരുന്നത്. അന്ന് ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ അനിയത്തി 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആ സമയത്താണ് കുന്നംകുളത്തുള്ള ചുങ്കത്ത് ക്വാർട്ടേഴ്സിൽ വരുന്നത്. എൻ്റെ അമ്മയുടെ സഹോദരിമാർ, ഞാൻ പറഞ്ഞല്ലോ, അവർ 5 പെൺമക്കളാണ്. എന്നെ ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ നന്നായി പഠിക്കുമായിരുന്നു, എന്നെ ഒത്തിരി കരുതുമായിരുന്നു. വേണ്ടതൊക്കെ എന്തും ചെയ്തു തരാൻ സ്നേഹനിധിയുള്ള എൻ്റെ വല്യമ്മമാർ ഉണ്ട്. പക്ഷേ അവരോട് കൂട്ടത്തിൽ ജീവിക്കാനായിട്ട് കഴിയാത്ത രീതിയിൽ അച്ഛന്റെ മദ്യപാനം ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഈ കുന്നംകുളത്തുള്ള ക്വാർട്ടേഴ്സിൽ താമസിക്കുകയാണ്. അവർ പറയും, നിന്റെ അമ്മ മാർഗം കൂടി നീ ആ വഴിക്ക് പോകരുത്. നീ ജനിച്ചു വളർന്നൊരു വലിയ സമൂഹമുണ്ട്. ഞാൻ അവരോട് പറയുമായിരുന്നു, ഒന്നാലും ഞാൻ ഈ മാർഗം വിട്ട് മാർഗം കൂടാൻ. ഞങ്ങളുടെ അവിടെ അങ്ങനെയാണ് പറയുന്നത്. യേശുവിനെ സ്നേഹിക്കാനും ഈ പെന്തക്കോസ് മാർഗം എന്നുള്ളതിനെ മാർഗം കൂടികൾ എന്നാണ് ഞങ്ങളുടെ അവിടെ ഒക്കെ പറയുന്നത്. ഇപ്പൊ കുറച്ചും കൂടി പെന്തക്കോസ്തുകാർ എന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി നിലയും വിലയും ഒക്കെ വരുന്ന സാഹചര്യം വന്നു. ദൈവം മാറ്റി, ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷെ ഞങ്ങളുടെ അവിടെ ആ കാലഘട്ടങ്ങളിൽ 98, 2000 ആ കാലഘട്ടങ്ങളിലൊക്കെ ആ ഇരിഞ്ഞാലക്കുട മേഖലയിൽ എനിക്ക് ഓർമ്മയില്ല ഒത്തിരി പെന്തക്കോസ്തുകാരുള്ളത്. എനിക്കറിയാവുന്നവരെല്ലാവരും ഹൈന്ദവ മേഖലയിലുള്ള സഹോദരങ്ങളാണ്. അവരൊക്കെ ഞങ്ങളുടെ ബന്ധുക്കളാണ്, ചർച്ചക്കാരാണ്, സ്നേഹനിധിയായ അയൽവാസികളാണ്. അവരും ഞങ്ങളെ ഒത്തിരി സംരക്ഷിച്ചിട്ടുണ്ട്. അവരുടെ സ്നേഹത്തെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. കുന്നംകുളത്ത് താമസിക്കുന്ന സമയം എൻ്റെ അമ്മ 98 ആയപ്പോഴേക്കും നാട്ടിൽ വരേണ്ട സ്ഥിതി വന്നു. കാരണം ആ സമയത്ത് അച്ഛൻ വളരെ മദ്യപാനത്തിന്റെ പിടിയിലാണ്. തറവാട്ടിൽ തുടരുവാനായിട്ട് കഴിയാത്ത സമയം. കുന്നംകുളത്ത് താമസിക്കുമ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ട കുന്നംകുളം ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിലെ പാസ്റ്റർ റോയ് മോൻസി മാത്യു, അദ്ദേഹം തൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന കുറച്ച് ദൈവദാസന്മാർ ഒരു പ്രത്യേക പ്രേരണ ഉണ്ടാകുകയാണ് ഞങ്ങൾ താമസിക്കുന്നിടത്തേക്ക് കടന്നു വരുവാൻ. അവർ കടന്നു വരുന്നു. ഒരു ചൊവ്വാഴ്ച ദിവസമാണ് അവർ കടന്നു വരുന്നത്. കടന്നു വരുന്ന സമയത്ത്
ക്വാർട്ടേഴ്സിൽ 10-18 റൂമുകൾ ഉണ്ട്. അതിൽ ഒരു റൂമിലാണ് ഞങ്ങൾ പാർക്കുന്നത്. അപ്പം തേടി വന്നു. അപ്പോൾ അമ്മ ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഒക്കെ പോകാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സമയമാണ്. എവിടേക്ക് പോകണം എന്നറിയില്ല. ആ ദേശം, കുന്നംകുളം ദേശം അറിയില്ല, പരിചയക്കാരില്ല. അമ്മ അന്ന് ജോലി ചെയ്യുന്നത് തൃശ്ശൂർ മെഡിക്കൽ കോളേജ്, മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് എന്ന് പറയും, അവിടെയാണ് ജോലി ചെയ്യുന്നത്. 3 ബസ്സൊക്കെ മാറി കയറിയിട്ട് വേണം പോകുവാൻ. അതുകൊണ്ട് നേരത്തെ പോകണം, രാത്രിയായിട്ടേ വരികയുള്ളൂ. ഒത്തിരി പരിചയക്കാരൊന്നുമില്ല. പക്ഷേ പരിശുദ്ധ ആത്മാവിന്റെ പ്രേരണയാൽ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ റോയ് മോൻസി മാത്യു അവറുകൾ ഞങ്ങളുടെ റൂമിലേക്ക് വരികയാണ്. പ്രിയപ്പെട്ടവരെ, തേടി വരുന്ന ഒരു ദൈവസ്നേഹം ബൈബിളിലുണ്ട്. ഇന്ന് എൻ്റെ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ഒരുപക്ഷെ ദൈവം നിങ്ങളെ അന്വേഷിക്കുകയായിരിക്കും. എൻ്റെ ഈ വചനങ്ങളിലൂടെ, എൻ്റെ ഈ അനുഭവങ്ങളിലൂടെ ദൈവം നിങ്ങളെയും തേടി വരികയായിരിക്കും. ആരോരുമില്ലാതെ തകർച്ചകളിൽ, വേദനകളിൽ, രോഗങ്ങളിൽ, ജീവിതത്തിൽ എല്ലാം ഉണ്ടായിരുന്നപ്പോൾ എനിക്കെല്ലാം ഉണ്ടായിരുന്നല്ലോ ദൈവമേ, എന്നാൽ ഒറ്റപ്പെട്ടു പോയപ്പോൾ ആരുമില്ലല്ലോ എന്ന് കരുതുന്ന താങ്കളോടുള്ള ദൈവ സന്ദേശമായിരിക്കാം ഇതെന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുകയാണ്. തേടി വരികയാണ് റോയ് പാസ്റ്റർ ഞങ്ങളുടെ ഭവനത്തിൽ. അത് വേറൊരിടത്തേക്ക് പോകുവാൻ, പഴഞ്ഞി എന്ന് പറഞ്ഞ കുന്നംകുളത്തിനടുത്ത് പഴഞ്ഞി എന്ന് പറഞ്ഞ ഇടത്തേക്ക് പോകുവാൻ തയ്യാറെടുത്തപ്പോഴാണ് ഞങ്ങൾ താമസിക്കുന്നിടത്തേക്ക് പോകുക എന്ന് ഉള്ളിൽ ആരോ ശബ്ദിക്കുന്നതായിട്ട് അവർക്ക് തോന്നുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം ഇന്നും സംസാരിക്കുന്നു. സംഭവങ്ങളിലൂടെ, സ്വപ്നങ്ങളിലൂടെ, ദർശനങ്ങളിലൂടെ, അനുഭവങ്ങളിലൂടെ, ദൈവവചനങ്ങളിലൂടെ ദൈവം ഇന്നും സംസാരിക്കുന്നു. ദൈവം ജീവിക്കുന്നോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയും, എൻ്റെ കുടുംബത്തിന്റെ അനുഭവത്തിൽ നിന്ന് പറയും, ദൈവം ജീവിക്കുന്നു, ദൈവം സംസാരിക്കുന്നു. അതെ, ആ ദൈവദാസൻ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരികയാണ്. കുടുംബത്തിലേക്ക് വന്നു. പ്രാർത്ഥിക്കുവാനായിട്ട് വന്നവരാണെന്ന് പറയുന്നു. എൻ്റെ അമ്മ അവരെ സ്വീകരിക്കുന്നു, പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ ക്രൈസ്തവ വിരോധം പൊങ്ങി വരികയാണ്. എൻ്റെ ഉള്ളിൽ ഞാൻ ജനിച്ചു വളർന്ന മതത്തിന്റെ തീവ്രത വരികയാണ്. ഞാനൊരു രാഷ്ട്രീയ സംഘടനയിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന സമയം. എൻ്റെ കൂട്ടുകെട്ട് മുഴുവൻ ഈ മാർഗത്തിന് വിരോധമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ. എൻ്റെ സ്നേഹിതർ, എൻ്റെ കൂടെയുള്ളവരൊക്കെ ഒരുപക്ഷെ ഇത് കാണും. അതുകൊണ്ട് ഞാൻ ആ മേഖല തൊടുന്നില്ല. ഒരിക്കലും ഒരാളും പോകുവാൻ തയ്യാറാകാൻ പാടില്ലാത്ത പല വിധമായ കൂട്ടുകെട്ടുകൾ എനിക്കുണ്ടായിരുന്നു. 5ാം ക്ലാസ്, 6ാം ക്ലാസ്, 7ാം ക്ലാസ് ഒക്കെ എത്തിയപ്പോഴേക്കും എൻ്റെ ഉള്ളിൽ പ്രാർത്ഥനയോട്, യേശുവിനോട്, ബൈബിളിനോട്, സുവിശേഷത്തോട്, പാസ്റ്റർമാരോട് എന്തെന്നില്ലാത്ത വൈരാഗ്യം വരികയാണ്. കാരണം ഞങ്ങൾ വളർന്ന ഈ മതത്തെ അവഹേളിച്ച് എൻ്റെ അമ്മ പോയി. ഇതാണ് എൻ്റെ മനസ്സ് മുഴുവൻ. എൻ്റെ അനിയത്തി അമ്മയുടെ കൂടെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അനിയത്തിയെ ഞാൻ ഉപദ്രവിച്ചു തുടങ്ങി. എൻ്റെ അമ്മ കൊണ്ടുപോകുന്ന ബൈബിൾ ഞാൻ വലിച്ചെറിയുവാൻ തുടങ്ങി. പ്രാർത്ഥനയ്ക്ക് പോകുന്ന എൻ്റെ മാതാവിനെ ഞാൻ ഉപദ്രവിച്ചു തുടങ്ങി. എൻ്റെ അമ്മ എനിക്ക് ഇഷ്ടമാണ്, അന്നും ഇന്നും എനിക്ക് ജീവന്റെ ജീവനാണ് അമ്മ. പക്ഷെ ഞാൻ വളർന്നു വന്ന മതത്തിന്റെ തീവ്രത എന്നെ പിടിച്ചിരുന്നത് കൊണ്ട് എനിക്ക് അമ്മ പ്രാർത്ഥനയ്ക്ക് പോകുന്നതോ, യേശുവിനോട് പ്രാർത്ഥിക്കുന്നതോ, ബൈബിൾ വായിക്കുന്നതോ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. മാർഗം കൂടികൾ എന്ന് ഞാനും എൻ്റെ അമ്മയെ വിളിച്ച് തുടങ്ങിയിരുന്നു. അമ്മയെ വളരെ കയർത്ത് ഇടപെടുന്നവനായി ഞാൻ മാറി. എൻ്റെ പിതാവ് മദ്യപാനിയായിരുന്നത് കൊണ്ട് എനിക്ക് എൻ്റെ പിതാവിനെ ഇഷ്ടമല്ലായിരുന്നു. പിതാവിനെ ഞാൻ വെറുത്തു. ഏറ്റവും വെറുത്ത ഒരു മനുഷ്യനായി പിതാവ് മാറി. എൻ്റെ അമ്മ ക്രിസ്ത്യാനിയായി തീർന്നു എന്ന ചിന്ത എൻ്റെ അമ്മയെയും വെറുക്കുവാനായിട്ട് പ്രേരിപ്പിക്കപ്പെടുന്ന മേഖലയിൽ ഞാൻ എത്തി. എൻ്റെ അനിയത്തിയും ഞാനില്ലാത്തപ്പോൾ
പ്രാർത്ഥിക്കുന്നു എന്ന അറിവ് എനിക്ക് കിട്ടിയപ്പോൾ അനീതിയെയും വെറുക്കുവാനായിട്ട് തുടങ്ങി. ഒരു 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന ഒരു ഒരു കൗമാരക്കാരൻ എന്ത് തിരിച്ചറിവുണ്ട്, പക്ഷെ എൻ്റെ ഉള്ളിൽ മുഴുവൻ എൻ്റെ കുടുംബത്തോടുള്ള വൈരാഗ്യം, പാസ്റ്റർമാരോടുള്ള വൈരാഗ്യം, സുവിശേഷത്തോടുള്ള വൈരാഗ്യം വർദ്ധിച്ചു വരികയാണ്. പിന്നീടുള്ള എൻ്റെ കൂട്ടുകാർ മുഴുവൻ ഞാൻ പറയാൻ ആഗ്രഹിക്കാത്ത മേഖലയിലുള്ള കൂട്ടുകാരായിരുന്നു. ഒരു 12-13 വയസ്സുകാരന്റെ കൂട്ടുകെട്ടായിരുന്നില്ല പിന്നീടുള്ള കൂട്ടുകെട്ടുകൾ. 25, 30, 35 വയസ്സുള്ള ആളുകളുമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ. അതിൽ നല്ല നല്ല ചേട്ടന്മാർ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ മോശം വഴിയിലേക്ക് പ്രേരിപ്പിക്കുന്ന ആളുകളും ഉണ്ടായിരുന്നു. എൻ്റെ പിതാവിന്റെ ജീവിതം ഏത് കാരണം കൊണ്ട് തകർന്നോ അതേ വഴിയിലേക്ക് പതിയെ പതിയെ ഞാനും അടുത്തു തുടങ്ങി. ചുങ്കത്തപ്പ മാഷിന് ഒരു വലിയ എന്നാൽ ചെറുതുമല്ല വലുതുമല്ല ഒരു നല്ലൊരു പാർക്കുണ്ട്. 2-3 കുടിലുകൾ പോലെ കെട്ടിവെച്ച് നല്ല ഷെഡാണ്. അവിടെ ചീട്ടുകളിയാണ്, പൈസ വെച്ചും അല്ലാതെയും മദ്യപാനവും ചീട്ടുകളിയും. തൃശ്ശൂർ ജില്ല നിങ്ങൾക്കറിയാം പൂരങ്ങളുടെ നാടാണ്. ഞങ്ങളുടെ കുന്നംകുളം മേഖല പൂരങ്ങളുടെയും പെരുന്നാളുകളുടെയും ഘോഷയാത്രയുള്ള നാടാണ്. ഞാൻ താമസിച്ചിരുന്നത് കുന്നംകുളം അടുപ്പുട്ടി അടുത്താണ്. അവിടുത്തെ ഒരു ദേശീയ ഉത്സവം പോലെയാണ് അടുപ്പുട്ടി പെരുന്നാള്. ചെറുതും വലുതുമായ അനവധി പൂരങ്ങളും പെരുന്നാളുകളും. ലൈഫ് മുഴുവൻ പൂരങ്ങളുടെ പെരുന്നാളുകളുടെ പുറകിലായി. ബാൻഡ് മേളത്തോടുകൂടെ, ശിങ്കാരി മേളത്തോടുകൂടെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. ആനപ്പുറത്ത് കയറുവാൻ കൊതിയോടെ നടക്കുന്ന പ്രായം. ഒരു ആനവാല് കിട്ടുവാൻ പ്രേരിപ്പിക്കപ്പെടുന്ന സമയം. പാപ്പാനാകുവാൻ ആഗ്രഹിക്കുന്ന സമയം. തലപ്പൊക്കമുള്ള ആനയുടെ പുറത്ത് കയറിയാൽ അത് ഏറ്റവും വലിയ സംഭവമാണ് എന്ന് കരുതുന്ന സമയം. വെടിക്കെട്ടുകൾ കാണുവാൻ നിരന്തരം നടന്നുകൊണ്ടിരുന്ന സമയം. അങ്ങനെ നന്നായി പഠിച്ചുകൊണ്ടിരുന്ന എൻ്റെ പഠനം മുഴുവൻ പൂരങ്ങളും പെരുന്നാളുകളും ആനകളും ബാൻഡ് മേളങ്ങളും ശിങ്കാരി മേളങ്ങളും പതിയെ പതിയെ മദ്യപാനത്തിലേക്കും. ചേട്ടന്മാർ മദ്യപിക്കുമ്പോൾ, പതിയെ കോട്ടടിക്കുമ്പോൾ ഞങ്ങൾ പതിയെ ബീറിലേക്ക്. പിന്നീട് ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പതിയെ 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 ഒരു മുഴുകുടിയൻ എങ്ങനെ നടക്കുന്നു അതേ മേഖലയിലേക്ക് 15-16 വയസ്സുള്ള ഞാൻ പതിയെ മാറുകയാണ്. രസമെന്ന് ചോദിച്ചാൽ എൻ്റെ അച്ഛൻ അതേ കമ്പനിയാണ് എൻ്റെയും കമ്പനി. അച്ഛൻ അടിച്ച് വേറെ വഴിയിലേക്ക് പോകുമ്പോൾ ഞാനും പതിയെ കമ്പനി കൂടും. അങ്ങനെ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കൗമാരം അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഒരു സ്വസ്ഥതയില്ലാത്ത, സമാധാനമില്ലാത്ത, സന്തോഷമില്ലാത്ത, ഭാവിയില്ലാത്ത ഒരു വഴിയിലൂടെ ഞാൻ സഞ്ചരിക്കുന്നു. 10ാം ക്ലാസ് പൂർത്തിയായി ഞാൻ കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് സ്കൂളിൽ, ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വിദ്യാഭ്യാസത്തിന് ചേരുകയാണ്. പിന്നീടുള്ളത് എൻ്റെ കൂട്ടുകാരോട് എത്ര പെഗടിച്ചു എന്ന് പറയുന്ന വീമ്പിളക്കുന്ന കാലഘട്ടം. അതെന്തു വലിയ ഹീറോയിസമാണ് എന്ന് തോന്നുന്ന സമയം. കുന്നംകുളം സീനിയർ ഗ്രൗണ്ടിനകത്ത് സമയങ്ങൾ വെറുതെ കളഞ്ഞ കാലഘട്ടങ്ങൾ. ഞാന് ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ശൂന്യത അനുഭവിക്കുന്ന വ്യക്തി കൂടിയായിരുന്നു. ഞാനൊരു ക്രൈസ്തവ ഹോസ്റ്റലിലാണ് ബാല്യകാലം മുഴുവൻ ചെലവഴിച്ചത്. അതുകൊണ്ട് അതൊരു ഓർത്തഡോക്സ് ഹോസ്റ്റലായിരുന്നു. പള്ളികളിൽ ഞാൻ പോകുമായിരുന്നു. ഞാൻ അമ്പലങ്ങളിലും പോകുമായിരുന്നു. മുസ്ലിം സഹോദരങ്ങൾ, നല്ല സഹോദരങ്ങൾ, കൂട്ടുകാരായിട്ട് 10ലും +2നും എനിക്ക് ഉണ്ടായിരുന്നു. എല്ലാ മാർഗങ്ങളും അവലംബിക്കുവാൻ ഞാൻ തയ്യാറായിരുന്നു. എനിക്ക് സ്വസ്ഥതയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവനായിരുന്നു. പതിയെ പിന്നെ സന്തോഷങ്ങൾ, കൊട്ടേഷൻ സംഘങ്ങളുടെ കൂടെയുള്ള യാത്രകൾ. അങ്ങനെ +2 വിദ്യാഭ്യാസം പൂർത്തീകരിക്കപ്പെടേണ്ട സമയമായപ്പോൾ ആ സ്കൂളിലെ
ഏറ്റവും ഉഴപ്പനായി ഞാൻ തീർന്നു. ഡിസ്റ്റിങ്ഷൻ എടുത്ത് മാർക്കോടെ പാസ്സായ 10ാം ക്ലാസ്സിലെ എൻ്റെ നല്ല വിദ്യാഭ്യാസം, കണക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന, നല്ലതുപോലെ പഠിച്ചിരുന്ന എൻ്റെ കണക്കിലെ മാർക്ക് +2-നെത്തിയപ്പോൾ 5 ഈ കയ്യിൽ എണ്ണാവുന്ന മാർക്കായി മാറി. കാരണം പഠിപ്പില്ല, പൂരങ്ങൾ, പെരുന്നാളുകൾ, ചേട്ടന്മാരുടെ കൂടെയുള്ള കമ്പനികൾ, വീട്ടിൽ അച്ഛനെ ഇഷ്ടമല്ല, അമ്മയെ ഇഷ്ടമല്ല, പെങ്ങളെ ഇഷ്ടമല്ല, ഉറങ്ങുവാൻ വേണ്ടി മാത്രം വരുന്ന ഒരിടം, എവിടെയൊക്കെയോ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന ഒരു കാലഘട്ടം. അങ്ങനെ ഇരിക്കുമ്പോൾ 2004 ഡിസംബർ 26-ാം തീയതി എൻ്റെ കൂട്ടുകാരൻ മിഥുൻ, ഇന്ന് അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥനൊക്കെയാണ്, തൻ്റെ വീട്ടിലെ ഒരു വിവാഹത്തിന് പഴഞ്ഞി അരുവായിക്കടുത്ത് കടന്നു പോവുകയാണ്. അവിടെ രാത്രി നല്ല കമ്പനികളൊക്കെ ആണല്ലോ, അതിനാണല്ലോ തലേദിവസം പോകുന്നത്. കമ്പനിയൊക്കെ കൂടി രാത്രി 11:30 ആയപ്പോൾ വളരെ ക്ഷീണം എനിക്ക് അനുഭവപ്പെടുന്നു. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് 2004 ഡിസംബർ 26-ാം തീയതി എന്ന ആ ദിവസം. പിറ്റേ ദിവസം ഞാൻ വീട്ടിലെത്തി. 27-ാം തീയതി ഞാൻ വീട്ടിലെത്തി. എനിക്ക് എഴുന്നേൽക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, കിടക്കുവാൻ വയ്യ. യൂറിൻ പാസ് ചെയ്യുമ്പോൾ ബ്ലഡ് കളറാണ്. എനിക്ക് ഭയങ്കര നടുവേദന ഫീൽ ചെയ്യുന്നു. അന്ന് എൻ്റെ അമ്മ കുന്നംകുളത്തുള്ള താലൂക്ക് ഹോസ്പിറ്റൽ അവിടെ ജോലി ചെയ്യുകയാണ്. അന്ന് അവിടുത്തെ സൂപ്രണ്ടന്റ് ആയിരുന്ന സുകുമാരൻ ഡോക്ടർ, താജ് പോൾ ഡോക്ടർ ഒക്കെ എന്നെ ചികിത്സിക്കുകയാണ്. രോഗം ഡയഗ്നൈസ് ചെയ്തു, മഞ്ഞപ്പിത്തമാണ്. എൻ്റെ അമ്മ അവിടുത്തെ നേഴ്സായിരുന്നത് കൊണ്ട് എനിക്ക് അവിടുത്തെ സിക്ക് റൂം കിട്ടി, സിംഗിൾ റൂം. അവിടെ കിടന്നാല് കുന്നംകുളം ടൗണിലേക്ക് പോകുന്ന വഴി കാണാം. ആ വഴിയിലൂടെയാണ് എൻ്റെ +2-ൽ പഠിക്കുന്ന എൻ്റെ സഹപാഠികൾ ഗാലക്സി ട്യൂഷൻ സെന്റർ അവിടേക്ക് കടന്നു പോകുന്നത് കാണാനായിട്ട് കഴിയും. ഞാന് കിടക്കുന്ന ആ സിക്ക് റൂമിൽ കിടക്കുകയാണ്. എൻ്റെ കൂട്ടുകാർ കാലത്ത് ഗാലക്സി ട്യൂഷൻ സെന്ററിലെ കോച്ചിങ് കഴിഞ്ഞിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് 3 വിഷയത്തിനാണ് ട്യൂഷൻ. അത് കഴിഞ്ഞ് ഞാൻ കിടക്കുന്ന സിക്ക് റൂമിന് മുമ്പിലൂടെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോകും. വൈകിട്ട് തിരിച്ച് ഇതേ ട്യൂഷൻ സെന്ററിലേക്ക് പലരും പോകുന്നത് കാണാം. കുന്നംകുളം ടൗണ് എനിക്ക് അവിടെ ഇരുന്ന് കാണാനായിട്ട് കഴിയും. ആ വരാന്തയിൽ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ കൂടെ ഞാൻ ആർക്കൊക്കെ വേണ്ടി നടന്നു, അവർ പലരും ആ ടൗണിലൂടെ അവിടുത്തെ ചായ കുടിക്കുവാൻ, നാരങ്ങ വെള്ളം കുടിക്കുവാൻ വരുന്നത് കാണാനായിട്ട് കഴിയും. പക്ഷെ എൻ്റെ അടുക്കിലേക്ക് മാത്രം ആരും വരുന്നില്ല. ഞാന് തികച്ചും ഒറ്റപ്പെട്ടവനെ പോലെ എനിക്ക് മനസ്സിലാകുകയാണ്. ഞാൻ ആഗ്രഹിച്ച എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം, ഞാൻ കൂടെ നടന്ന എൻ്റെ കൊട്ടേഷൻ സംഘത്തിലെ സുഹൃത്തുക്കൾ, എൻ്റെ +2 സുഹൃത്തുക്കൾ, 10ലെ സുഹൃത്തുക്കൾ, എൻ്റെ ചേട്ടന്മാർ എന്ന് വേണ്ട ആരും എനിക്കില്ല എന്ന് തോന്നിയ സമയങ്ങൾ, മരിച്ചാ മതി എന്ന് ഞാൻ ചിന്തിച്ച വേളകൾ. ആ സമയത്ത് കുന്നംകുളം ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൽ 21 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുന്ന സമയമാണ്. എൻ്റെ അമ്മയും ഉപവാസത്തിലാണ്. എൻ്റെ പാസ്റ്റർ റോയ്മോൻ സി മാത്യു, എൻ്റെ പാസ്റ്റർ ആൻറ്റി സുജയ ആൻറ്റി, എൻ്റെ അവിടുത്തെ നല്ലവരായ, ഞാൻ ഇന്നും നന്ദിയോട് ഓർക്കുന്ന ഒരു പറ്റ അമ്മച്ചിമാർ, അപ്പച്ചന്മാർ, ചേട്ടന്മാർ, അനിയന്മാർ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന സമയം. ജനുവരി മാസം 18-ാം തീയതി കുന്നംകുളം ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ ചർച്ച് ഡെഡിക്കേഷൻ ആണ്. അതിനു മുൻപായി നടക്കുന്ന 21 ദിവസം ഉപവാസ പ്രാർത്ഥനയാണ്. 2004 മുതൽ ഡിസംബർ 26-ാം തീയതി മുതൽ ഞാൻ താലൂക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടക്കുന്നു. ആരുമില്ലെന്ന തോന്നലുകൾ, കൂട്ടുകാരില്ല, വീട്ടുകാരില്ല, നാട്ടുകാരില്ല, ആരുമില്ലാതെ കിടന്ന ഏകാന്തതയുടെ എൻ്റെ റൂം, മരിച്ചാൽ മതി എന്ന് ആഗ്രഹിച്ച സന്ദർഭം. പക്ഷേ
ഹൃദയവേദന അറിയുന്ന ദൈവമുണ്ടെന്ന് തിരിച്ചറിവിലേക്ക് വരുന്ന ദിനങ്ങളായിരുന്നു ആ ദിനങ്ങൾ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒറ്റപ്പെട്ടു എന്ന് കരുതുന്നെങ്കിൽ, ആരുമില്ല എന്ന് കരുതുന്നെങ്കിൽ, ജീവിതം അവസാനിപ്പിക്കുകയാണ് എന്ന് കരുതുന്നെങ്കിൽ, അവസാനത്തെ കച്ചിത്തുരുമ്പും നഷ്ടപ്പെട്ടു എന്ന് പറയുന്നിടത്താണ് താങ്കൾ നിൽക്കുന്നെങ്കിൽ, എന്നെ രക്ഷിച്ച ദൈവത്തെ ഞാൻ പരിചയപ്പെടുത്തുന്നു. എന്നെ രക്ഷിച്ച രക്ഷകനെ ഞാൻ പരിചയപ്പെടുത്തുന്നു. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് അരുളി ചെയ്ത സകല മനുഷ്യരെയും ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുവാൻ കഴിവുള്ള പ്രപഞ്ചത്തിന്റെ നാഥനായ കർത്താവായ യേശു. അതെ, ഈ യേശുവിന് താങ്കളുടെ ജീവിതത്തിൽ പ്രകാശം വരുത്തുവാനായിട്ട് കഴിയും. യേശു തുടർമാനമായി എന്നോട് സംസാരിക്കുന്ന പോലെ അനുഭവപ്പെടുകയാണ്. പല ശബ്ദങ്ങൾ ഞാൻ കേൾക്കുന്നു. അതൊക്കെ ബൈബിളിൽ നിന്നുള്ളതാണ് എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലാകുന്നത്. ചർച്ചിൽ നിന്ന് കുറച്ച് സഹോദരങ്ങൾ എന്നെ കാണുവാനായിട്ട്, പ്രാർത്ഥിക്കുവാനായിട്ട് റൂമിൽ വരികയാണ്. ഞാൻ പറഞ്ഞിരുന്നു, എന്റെ പിതാവ് നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല നല്ല വാക്കുകൾ എൻ്റെ അച്ഛൻ എന്നെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ റൂമിൽ കടന്നു വന്ന ചിന്നേച്ചി, കൊച്ചേച്ചി, എലിസബത്ത് ചേച്ചി, ഇവരൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. തല നരച്ച ചിന്നേച്ചിയാണ് എന്നോട് യേശുവിനെ പറ്റി പറയുന്നത്. ഞാൻ റൂമിൽ നിന്ന് അവരെ ഓടിച്ചു. മേലിൽ എൻ്റെ അടുക്കൽ വരരുത് എന്ന് പറഞ്ഞു. പക്ഷെ ഒരു ട്രാക്റ്റ് എനിക്ക് തന്നു, യേശുവിനെ പറ്റി പറയുന്ന ഒരു ട്രാക്റ്റാണ്. അത് ഞാൻ ഫ്രണ്ട് വായിച്ചില്ല, പുറംവശം മാത്രം. കത്തുന്ന നരകം എന്നായിരുന്നു ആ ട്രാക്റ്റിന്റെ പേര്. ഇത്ര എനിക്ക് ഓർമ്മയുണ്ട്. അത് നരകത്തിൽ പോകുന്ന കുറെ ആളുകളുടെ ഒരു ലിസ്റ്റ് വെളിപ്പാട് പുസ്തകത്തെ ആധാരമാക്കി പറഞ്ഞിട്ടുള്ള ഒരു ലിസ്റ്റാണ്. അറയ്ക്കപ്പെട്ടവർ, ഉരുളക്കാർ, ഏഷ്ണി പറയുന്നവർ, ക്ഷുദ്രക്കാർ, ബോഷ്ക് പറയുന്നവർ എന്നൊക്കെ തുടങ്ങിയ ആ ലിസ്റ്റ്, വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ആ ലിസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ അതിലുള്ളതും പറയാത്തതുമായ അനവധി ലിസ്റ്റ് എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ അവിടെ നിന്ന് ചിന്തിക്കുകയാണ്, സ്വർഗമുണ്ടോ അറിയില്ല, നരകമുണ്ടോ അറിയില്ല. പക്ഷെ ഈ പറഞ്ഞിരിക്കുന്ന ഒക്കെ എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാന് മാതാപിതാക്കളെ ഉപദ്രവിച്ചവനാണ്, അവരെ വെറുക്കുന്നവനാണ്, നുണ പറയുന്നവനാണ്, മദ്യപാനിയാണ്, ഏഷ്ണി പറയുന്നവനാണ്, ഒരു വഴങ്ങാത്തവനാണ്, ഒരു നന്മയുടെ സൂചി കുത്താനുള്ള ഒരിടം പോലും എൻ്റെ ഹൃദയത്തിൽ ഇല്ലായിരുന്നു എന്നുള്ളതായിരുന്നു സത്യം. ഞാൻ അവിടെ കിടന്ന് മരണം വന്നാൽ എന്ത് സംഭവിക്കും എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വരികയാണ്. ഞാൻ അവിടെ കിടന്നിങ്ങനെ ആ റൂമിൽ നിന്ന് ഇങ്ങനെ പറയുകയാണ്. അന്ന് എൻ്റെ അമ്മ പ്രാർത്ഥനയ്ക്ക് പോകുന്നതിന്, പെന്തക്കോസ് മാർഗത്തിൽ പോയതിന് ഞാൻ ശക്തമായി എതിർക്കുന്ന സമയമാണ്. എൻ്റെ അമ്മയുടെ ബൈബിൾ വലിച്ചെറിയുന്ന സമയം. 18 വയസ്സുകാരന്റെ ആ ഊർജം, 19 വയസ്സുകാരന്റെ ആ ഊർജം മുഴുവൻ അമ്മയോടും അച്ഛനോടും കാണിക്കുന്ന സമയം. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ പറയട്ടെ, എൻ്റെ പിതാവിന്റെ മദ്യപാനം അന്നും മാറിയിട്ടില്ല, കൂടിയിട്ടേ ഉള്ളൂ. മദ്യപാനം ദോഷമാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. പക്ഷെ ഞാനും ആ വഴിയിലൂടെ തന്നെ പോകുകയാണ്. പിതാക്കന്മാരോട് അനുഭവത്തിൽ നിന്ന് പറയട്ടെ, നാം കാണിക്കുന്ന മാതൃക ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കുഞ്ഞുങ്ങളും പിന്തുടരുമെന്നുള്ളതിന് ഒരു സംശയമില്ല. സ്നേഹമുള്ള ഭാര്യ ഭർത്താക്കന്മാരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മക്കളും സ്നേഹമുള്ളവരായി തീരും. കരുതുന്ന മാതാപിതാക്കളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മക്കളും കരുതുന്നവരായി തീരും. സ്വർഗതുല്യമായി തീർക്കാൻ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ അധ്വാനിക്കുന്നെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളും ആ വഴിയിലേക്ക് തന്നെ വരുമെന്നുള്ളതിന് 2 വർഷമില്ല. എൻ്റെ പിതാവ് എനിക്ക് കാണിച്ചു തന്നത് മദ്യപാനമാണ്. ഞാനും ആ വഴി തെരഞ്ഞെടുക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ചിന്തിച്ച സന്ദർഭങ്ങളുണ്ട്. എൻ്റെ പിതാവ് എൻ്റെ അമ്മയെ മുടികുത്തിന് പിടിച്ച് ഭിത്തിക്കകത്തിടിച്ച് നെറ്റി പൊട്ടി ചോര ഒഴുകുമ്പോൾ കാപ്പിപ്പൊടിയിട്ട് മതി, ഹോസ്പിറ്റൽ പോകണ്ട എന്ന് പറയുന്ന ശബ്ദങ്ങൾ കേൾക്കുന്ന കാലഘട്ടം. എൻ്റെ അമ്മയെ ഒരിക്കൽ പോലും ഉറങ്ങുവാൻ അനുവദിക്കാതെ വീടിന് ചുറ്റും ഓടിക്കുന്ന അച്ഛന്റെ ക്രൂരമായ
അനുഭവം. അന്നമ്മ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുമ്പോൾ 3 ബസ് മാറി കയറണം. കുന്നംകുളത്തുനിന്ന് കേച്ചേരി, കേച്ചേരി നിന്ന് മുണ്ടത്തിക്കോട്, മുണ്ടത്തിക്കോട് നിന്ന് മുളങ്കുന്നത്തുകാവ്. ഇങ്ങനെയാണ് പോകുന്നത്. നേരത്തെ പോകണം, നേരം വൈകിയാണ് എത്തുന്നത്. എത്തിക്കഴിഞ്ഞാൽ രാത്രി അച്ഛന്റെ ഉപദ്രവങ്ങളാണ്. പ്രാർത്ഥിക്കാനിരിക്കുന്ന എൻ്റെ അമ്മയെ ഞാൻ ഉപദ്രവിക്കുകയാണ്. പക്ഷേ ഇതിന് നടുവിലും ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ, എൻ്റെ അനിയത്തി ഉറങ്ങിക്കഴിഞ്ഞാൽ, എൻ്റെ അച്ഛൻ ഉറങ്ങിക്കഴിഞ്ഞാൽ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്ന അമ്മയെ മോങ്ങി 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 കരയുന്ന, ഞാൻ ആ പദം ഉപയോഗിക്കുന്നത് കൊണ്ട് ക്ഷമിക്കണം, പട്ടി മോങ്ങുന്നത് പോലെ എന്തിനാണ് വീട്ടിലിരുന്ന് മോങ്ങുന്നത് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. മോങ്ങിക്കരയുന്ന, അലമുറയിട്ട് കരയുന്ന എൻ്റെ മാതാവിന്റെ പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, കണ്ണുനീർ തുരുത്തിയിലാക്കി വെക്കുന്ന ഒരു ദൈവമുണ്ട്. കണ്ണുനീരിനെ മറികടന്നു പോകാത്ത ഒരു ദൈവമുണ്ട്. തലമുറകളെ ചൊല്ലി നിങ്ങളിന്ന് ഭാരപ്പെടുന്നെങ്കിൽ എൻ്റെ അനുഭവം, എൻ്റെ അമ്മയുടെ അനുഭവം, കരയുന്ന അമ്മയുടെ മക്കൾ നഷ്ടപ്പെട്ടു പോകുകയില്ല. കരയുന്ന പിതാവെ, കരയുന്ന മാതാവെ, കരയുന്ന ദൈവദാസനെ, കരയുന്ന ദൈവമക്കളെ, നിങ്ങളുടെ കണ്ണുനീര് നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം സമ്മതിക്കുകയില്ല. ഇതെല്ലാം ഓർമ്മ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, തുരുത്തിയിലാക്കി വെച്ചിട്ടുണ്ട്. സമയമാകുമ്പോൾ ദൈവം നേരോടെ വിധിക്കത്തക്കവണ്ണം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ധൈര്യമായിരിക്കുക, ധൈര്യമായി വിശ്വാസ മാർഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. ഞാന് ആ ഹോസ്പിറ്റൽ കിടക്കയില് ഇങ്ങനെ പറയുകയാണ്, പ്രാർത്ഥനയ്ക്ക് പോകുന്നവർ പോകട്ടെ, ഞാൻ അവരെ എതിർക്കില്ല. അത്ഭുതമെന്നോണം എൻ്റെ രോഗത്തിന് ശമനമുണ്ടാകുകയാണ്. ഞാന് തീരുമാനമെടുത്ത 3-ാം ദിവസം സൗഖ്യമായി വീട്ടിൽ വരികയാണ്. അമ്മ വിളിക്കുന്ന യേശുവിന് എന്തോ ഒരു ശക്തിയുണ്ട് എന്നൊരു തോന്നൽ എന്നെ ഭരിക്കുകയാണ്. അമ്മ വായിക്കുന്ന ഈ ബൈബിളിന് എന്തോ ഒരു കരുത്തുണ്ടെന്ന് എനിക്ക് അനുഭവപ്പെടുകയാണ്. കുന്നംകുളത്തുള്ള HNC സ്റ്റോറിൽ ഞാൻ പോയി ഒരു ബൈബിൾ ഞാൻ വാങ്ങിക്കുകയാണ്. എൻ്റെ അമ്മ രാത്രി, എൻ്റെ അനിയത്തി, എൻ്റെ അച്ഛൻ രാത്രി ഉറങ്ങുമ്പോൾ ഈ ബൈബിൾ എന്താണെന്നറിയുവാൻ ഞാൻ ആർത്തിയോടെ വായിക്കുവാൻ തുടങ്ങി. ജനുവരി മാസം മുതൽ. ജനുവരി മാസം 18-ാം തീയതി 2005 ജനുവരി മാസം 18-ാം തീയതി എൻ്റെ ഹോളിന്റെ പാസനേജിന്റെ പ്രതിഷ്ഠ ആയിരുന്നു, സമർപ്പണമായിരുന്നു. എന്നോട് അമ്മ പറഞ്ഞു, മോനെ ഒരു വീട് കയറി താമസമുണ്ട്. അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. പ്രാർത്ഥനയാണെന്ന് പറഞ്ഞാൽ വരികയില്ല, വീട് കയറി താമസം എന്ന് പറഞ്ഞു. മോനെ, ഇനി ഇത്രയും ദിവസം മഞ്ഞപ്പിത്തം എന്നവർക്ക് അറിയാമല്ലോ, ഉപ്പില്ലാത്ത കഞ്ഞിയാണ് കഴിക്കേണ്ടി വരുന്നത്. ചുട്ട പപ്പടം മാത്രം കഴിച്ചു പോകുന്ന ആ സമയം. ഞാൻ നന്നായി ഭക്ഷണം കഴിക്കുന്ന പ്രായമാണല്ലോ, എന്നെ കണ്ടാൽ അറിയാം, ഞാൻ കുറച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇപ്പം ബിരിയാണിയാണ് എന്ന് അമ്മ പറഞ്ഞു. സന്തോഷം. ഇത്രയും ഒരു മാസത്തിനടുത്ത് ഉപ്പില്ലാത്ത കഞ്ഞി കുടിച്ച് വായിലെ ടേസ്റ്റ് എല്ലാം പോയിരുന്ന എനിക്ക് ബിരിയാണി എന്ന് കേട്ടപ്പോൾ ഒരു ഹൃദയത്തിനകത്ത് ചഞ്ചലിപ്പുണ്ടായി. ഞാൻ വീട് കയറി താമസം എന്ന് കരുതി പോകുകയാണ്. ഞാൻ കണ്ടിട്ടുള്ള വീട് കയറി താമസമൊക്കെ 11 മണിയാകുമ്പോൾ പരിപാടി തീരും, ഫുഡ് കൊടുത്തു തുടങ്ങും. അതുകൊണ്ട് അതായിരുന്നു എൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് ഇത് പ്രാർത്ഥന യോഗമായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. അവർ പ്രാർത്ഥിച്ചു, വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. ഞാനും ആദ്യം കയറി. ഞാൻ കരുതി പന്തി ഭോജനം വിളമ്പാനുള്ള സമയമായിരുന്നു എന്ന്. എനിക്കത് അറിഞ്ഞുകൂടായിരുന്നു. ഒരു പെന്തക്കോസ്ത് യോഗമായിരുന്നു എന്ന് എനിക്കത് അറിഞ്ഞുകൂടായിരുന്നു. ആ യോഗത്തിൽ ഞാൻ കയറിയിരുന്നു. ആദ്യത്തെ പന്തിയിലിരിക്കുവാൻ കയറിയിരുന്നു. പാസ്റ്റർമാരുടെ പ്രസംഗത്തിന്റെ ബഹളമായിരുന്നു. ഞാന് സഹിച്ച് ഉറങ്ങി മടുത്ത് തൂങ്ങി അവിടെ ഇരുന്നു. ആരും പ്രസംഗിച്ചത് എൻ്റെ മനസ്സിലില്ല. 9:30 തുടങ്ങിയ പ്രസംഗമാണ്. 1:35 വരെയായി. അതെനിക്ക് ഓർമ്മയുണ്ട്. ബാക്കി ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ മടുത്തു. കുറെ എൻ്റെ അമ്മയെ ചീത്ത വിളിച്ച്, നാട്ടുകാരെ ചീത്ത വിളിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയം. പക്ഷേ ഒരു പ്രായമുള്ള ഉപദേശി, അന്നത്തെ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ പ്രസിഡന്റായിരുന്ന TG കോശി സാറായിരുന്നു സംസാരിച്ചത്. ആ സംസാരം എല്ലാം എനിക്ക് ഓർമ്മയില്ല. അവസാനം പറഞ്ഞ 2 വാക്ക് മാത്രം ഓർമ്മയുണ്ട്. ആ ചോദ്യം എങ്ങനെയാണ്? ആയിരങ്ങളെ ക്രിസ്തുവിങ്കിലേക്ക് നയിച്ച വാക്കാണ് ആ വാക്ക്. ആ വാക്ക് എങ്ങനെയായിരുന്നു? ഇന്ന് നീ മരിച്ചാൽ
നിന്റെ നിത്യജീവൻ എവിടെ ചെലവഴിക്കും? കഴിഞ്ഞ ഒരു 10-18 ദിവസം മരണഭീതിയിലായിരുന്ന എനിക്ക് ഈ ചോദ്യം വളരെ പ്രസക്തമായി തോന്നി. ഞാൻ ചിന്തിച്ചു, ഇന്ന് ഞാൻ മരിച്ചാൽ ഞാൻ എങ്ങോട്ട് പോകും? അറിയില്ല. സ്വർഗമുണ്ടോ? ഇതെനിക്ക് അന്ന് അറിഞ്ഞുകൂടാ. നരകമുണ്ടോ? അറിഞ്ഞുകൂടാ. മരിക്കും, അത് ഉറപ്പാണ്. എങ്ങോട്ട് പോകും? അറിയില്ല. അങ്ങനെയാണ് ബൈബിൾ എന്താണെന്നറിയാൻ വേണ്ടി അന്ന് ഞാൻ കഴിച്ചത് ഒരു ശകലം കഴിച്ചതായിട്ടാണ് ഓർമ്മ. എനിക്ക് ബാക്കിയൊന്നും ഓർമ്മയില്ല. ഞാൻ വേഗം HNC സ്റ്റോറിലേക്ക് ഓടുകയാണ് ബൈബിൾ വാങ്ങിക്കാൻ. ആ ബൈബിൾ വാങ്ങിച്ചു, വായിക്കുവാനായിട്ട് തുടങ്ങി. ആ ബൈബിൾ വായനയാണ് സുവിശേഷ വിരോധിയായിരുന്ന എന്നെ, മാർഗം കൂടികൾ എന്ന പെന്തക്കോസ്തുകാരെ കളിയാക്കിക്കൊണ്ടിരുന്ന എന്നെ രൂപാന്തരപ്പെടുത്താനായിട്ട് ഇടയായത്. ക്രിസ്ത്യാനിയുടെ പുസ്തകം എന്ന് ഞാൻ കരുതിയിരുന്ന ഈ പുസ്തകം എന്റെ പുസ്തകമാണെന്ന് ഞാൻ അന്നു മുതൽ തിരിച്ചറിയുകയായിരുന്നു. എന്നോട് സംസാരിക്കുന്ന വചനമായിട്ട് അത് തോന്നുകയാണ്. 2005 ജനുവരി മാസം 18-ാം തീയതി എൻ്റെ കയ്യിൽ വന്ന വിശുദ്ധ ബൈബിൾ, ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കറുത്ത ബൈബിളുള്ള ഈ പുസ്തകം, ഇത് ആയിരങ്ങളെ, പതിനായിരങ്ങളെ, ലക്ഷക്കണക്കിന് ആളുകളെ, തീർന്നില്ല കോടിക്കണക്കിന് ആളുകളെ ഇന്നും കീഴടക്കിക്കൊണ്ട്, വാളുകൊണ്ടല്ല, ഭീഷണി കൊണ്ടല്ല, പ്രലോഭനം കൊണ്ടല്ല, പണം കൊണ്ടല്ല, സത്യ വചനത്തിന്റെ സത്യം കൊണ്ട് പതിനായിരക്കണക്കിന് ആളുകളെ കീഴ്പ്പെടുത്തി ഇന്നും ജൈത്രയാത്ര തുടരുന്ന വിശുദ്ധ വേദപുസ്തകം. ഇത് ഉയർത്തുവാൻ കിട്ടിയ ഭാഗ്യത്തിന് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിന്റെ ഒരു പ്രഭാഷകനായി തീരാൻ കഴിഞ്ഞതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു യോഗ്യതയുമില്ലായിരുന്നു ഈ ബൈബിൾ വലിച്ചെറിഞ്ഞ് നടന്ന ഞാൻ. ഈ ബൈബിൾ ചുമക്കുവാൻ ഒരു യോഗ്യനുമല്ല. പൗലോസ് പറഞ്ഞതുപോലെ ആ ഭാവിയിൽ ഞാൻ ഒന്നാമനാണ്. ഈ സത്യവേദ ഗ്രന്ഥം ഉയർത്താനോ ഇതിൽ നിന്ന് പറയാനോ ഒരു യോഗ്യതയും എനിക്കില്ല. പക്ഷേ കരുണയാൽ 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 യേശു എന്നെയും യോഗ്യനായി തെരഞ്ഞെടുത്തതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വിശുദ്ധ ബൈബിളിന് 2 വശമുണ്ട്. ഒന്നല്ലെങ്കിൽ ഇതിന്റെ പ്രസംഗകരായി എതിർക്കുന്നവർ മാറും, അല്ല എങ്കിൽ ഈ വചനത്തിന് മുമ്പിൽ അവർ മാറിപ്പോകാനായിട്ട് ഇടയാകും. ഇത് രണ്ടും കണ്ട അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. കൃപയാൽ ഈ ബൈബിളിന്റെ പ്രഭാഷകനായി തീരുവാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാകുകയാണ്. 2005 ജനുവരി മാസം 18-ാം തീയതി മുതൽ തുടർമാനമായി 3 മാസം കാലം ബൈബിൾ ഞാൻ വായിക്കുകയാണ്. കുന്നംകുളം ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിനകത്ത് ശുശ്രൂഷിക്കുന്ന ബഹുമാനപ്പെട്ട റോയ് പാസ്റ്റർ നേതൃത്വം കൊടുക്കുന്ന ആരാധന പലപ്പോഴുമായി കടന്നു പോകുകയാണ്. ഞാൻ ആ കൂട്ടത്തിന് നടുവിൽ കണ്ട ഒരു ആകർഷണീയത, സഹോദര സ്നേഹം, തമ്മിൽ പ്രാർത്ഥിക്കുന്ന അനുഭവം, ഒരുവന്റെ വിഷയത്തിന് വേണ്ടി കണ്ണുനീരോടെ ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു പറ്റം ആളുകൾ. ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചത് ഏറ്റവും ഏകാന്തതയായിരുന്നു. പക്ഷേ ആ കൂട്ടത്തിലേക്ക് പോയപ്പോൾ എനിക്ക് തോന്നിയത് എൻ്റെ കൂടെ ആയിരങ്ങളുണ്ട് എന്ന തോന്നലായിരുന്നു. അവരുടെ സ്നേഹം വലുതായിരുന്നു, അവരുടെ കരുതൽ വലുതായിരുന്നു, അവരുടെ ത്യാഗം വലുതായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ റോയ് പാസ്റ്റർ എന്നെ ഉള്ളം കൈയിൽ കൊണ്ടു നടന്ന ബഹുമാന്യ ദൈവദാസൻ, അവർ കഴിക്കേണ്ട ആഹാരം, അവർ കഴിക്കേണ്ട ഭക്ഷണം എനിക്ക് വെച്ച് വിളമ്പി തന്നത് ആ സുജയാന്റിയെ ഞാൻ നന്ദിയോടെ ഇന്നും ഓർക്കുന്നു. എൻ്റെ അമ്മ എന്നെ കരുതുന്നത് പോലെ കരുതിയ, സ്വന്തം മക്കളെ പോലെ കരുതിയ, എന്നെ മാത്രമല്ല ആ ചർച്ചിൽ വന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ആ ദൈവദാസനും കുടുംബവും കരുതിയ കരുതലുകൾ ഇന്നെന്ന വണ്ണം എനിക്ക് ഓർമ്മയുണ്ട്. അവരെ ഓർത്തും ആ ദൈവദാസന്മാരുടെ ത്യാഗപൂർവമായ ശുശ്രൂഷകളെ ഓർത്തും ദൈവം എനിക്ക് വേണ്ടി അവരൊരുക്കിയത് ഓർത്തും ഞാൻ എൻ്റെ യേശുവിനെ വാഴ്ത്തുകയാണ്. ദൈവത്തിന് ഞാൻ നന്ദി കരയറ്റുകയാണ്. സുവിശേഷം തുടർമാനമായി എന്നോട് പിന്നീട് പറയുകയാണ്. ബൈബിളിലൂടെ യേശു ആരാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. യേശു ക്രിസ്ത്യാനിയുടെ രക്ഷകനല്ല, എൻ്റെ രക്ഷകനാണെന്ന്
ഞാൻ മനസ്സിലാക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം സകലവിധ പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന ദൈവവചനം എന്നെ പിടിച്ചു കുലുക്കുകയാണ്. ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു എന്ന ദൈവവചനം എന്നെ തൊടുകയാണ്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കത്തക്കവണ്ണം ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന വചനം എന്നെ സ്പർശിക്കുകയാണ്. ഈ ബൈബിൾ പാരായണം എന്നെ ആൾ മാറിയവനാക്കി മാറ്റുകയാണ്. ദൈവത്തിന്റെ ദാസൻ റോയ് പാസ്റ്റർ നിരന്തരം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങി, വചനങ്ങൾ പറഞ്ഞു തന്നു തുടങ്ങി. എനിക്ക് മനസ്സിലാകാൻ കഴിയാത്ത ദൈവവചന ഭാഗങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു തുടങ്ങി. ബാല്യ പാഠങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു, സ്നാനം എനിക്ക് പറഞ്ഞു തന്നു, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നു. ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി. അങ്ങനെ ഇരിക്കെ എൻ്റെ കയ്യിൽ ഒരു പുസ്തകം കിട്ടുകയാണ്. ആ പുസ്തകം ഇതാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ടായിരിക്കും. കൃഷ്ണൻ കണ്ടെത്തിയ ക്രിസ്തു. ഇതാണ് ആ പുസ്തകത്തിന്റെ പേര്. കർത്താവിൽ പ്രസിദ്ധനായ ബഹുമാനപ്പെട്ട പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ അവറുകളുടെ ജീവിത അനുഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പുസ്തകമാണ് ആ പുസ്തകം. എൻ്റെ പാസ്റ്റർ റോയ് പാസ്റ്ററുടെ ആത്മീയ പിതാവാണ് പോൾ ഗോപാലകൃഷ്ണൻ പാസ്റ്റർ. അദ്ദേഹത്തിന്റെ ജീവിത അനുഭവങ്ങൾ അടങ്ങിയ ആ പുസ്തകം എൻ്റെ പാസ്റ്ററുടെ കയ്യിൽ ഉണ്ടായിരുന്നു. കൃഷ്ണൻ കണ്ടെത്തിയ ക്രിസ്തു, ആ പേരെന്നെ ആകർഷിച്ചു. ദൈവദാസന്റെ ബുക്കിന്റെ ഷെൽഫിൽ ഇരുന്ന ആ പുസ്തകം ഞാൻ എടുത്തു. ബഹുമാനിയ കർത്താവിന്റെ ദാസൻ BJ ക്രിസ്തുദാസ് എന്ന ദൈവദാസനാണ് പോൾ പാസ്റ്ററെ പറ്റിയിട്ടുള്ള ആ ജീവിത അനുഭവങ്ങൾ എഴുതിയിട്ടുള്ളത്. തനിക്കൊരു അനുഗ്രഹിക്കപ്പെട്ട ബൈബിൾ കോളേജ് പെരിങ്കടവിളയിലുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവദാസൻ. അദ്ദേഹത്തിന്റെ മിസ്സിസ് ഓമന ആന്റി, 4 മക്കൾ. ഞാൻ നന്ദിയോടെ ആ കുടുംബത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആ ദൈവദാസൻ കുടുംബം പോൾ ഗോപാലകൃഷ്ണൻ എന്ന ആ ദൈവദാസന്റെ അനുഭവം രേഖപ്പെടുത്തുകയാണ്. ഒരു രാത്രി ഞാൻ അതിരുന്ന് വായിക്കുകയാണ്. പുസ്തകം ആർത്തിയോടെ വായിക്കുന്നു. സാധാരണക്കാരനായ ഒരു ദൈവദാസൻ ഇടുക്കിയിലെ മലമേടുകളിൽ നിന്ന് കൊച്ചർ എന്ന ചെറിയ ഗ്രാമത്തിൽ നിന്ന് അധിക വിദ്യാഭ്യാസമില്ലാതിരുന്ന ആ മനുഷ്യൻ സുവിശേഷമായി ഭൂമിയുടെ അറ്റത്തോളം ചെന്നെത്തിയ ആ ദൈവ മനുഷ്യന്റെ ഹൃദയ സ്പർശനീയമായ, ഏതു മനുഷ്യനെയും സ്പർശിക്കത്തക്ക രീതിയിലുള്ള ജീവിത അനുഭവമുള്ള ഭക്തനായ, വിശുദ്ധനായ, പ്രാർത്ഥന മനുഷ്യനായ, സുവിശേഷകനായ ആ ദൈവദാസന്റെ ഈ പുസ്തകം വായിക്കുവാൻ ഞാൻ ആരും എന്നെ നിർബന്ധിക്കുന്നു പോലെ ഞാനത് വായിക്കുകയാണ്. അന്ന് രാത്രി തീന്മേശയിൽ എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ അനിയത്തി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പുസ്തകം ഞാൻ വായിച്ചു കൊണ്ടിരിക്കുന്നു. നല്ല ഭക്ഷണം കഴിക്കുവാൻ എൻ്റെ മാതാപിതാക്കൾ നിർബന്ധിക്കുമ്പോൾ എനിക്ക് ഈ പുസ്തകം വായിക്കാൻ പ്രേരണ ഉണ്ടാകുകയാണ്. ഞാനത് വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പുസ്തകം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ സുവിശേഷ വേല, സുവിശേഷകൻ, 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 ഈ ഒരു പദം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരികയാണ്. ആരെനിക്ക് വേണ്ടി പോകും, ആരെനിക്ക് വേണ്ടി പോകും എന്ന ശബ്ദം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരികയാണ്. അനന്തരം ആർ നമുക്ക് വേണ്ടി പോകുമെന്നുള്ള ദൈവശബ്ദം എൻ്റെ കാതുകളിൽ മുഴങ്ങുകയാണ്. അന്ന് രാത്രി ഭക്ഷണം കഴിച്ച് എനിക്ക് അന്നും ഓർമ്മയില്ല. പക്ഷെ കണ്ണുനീരോടെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി എൻ്റെ റൂമിൽ ഞാൻ ദൈവത്തോട് സമർപ്പിക്കുന്ന രംഗം എനിക്ക് ഇന്നെന്ന വണ്ണം ഓർമ്മയുണ്ട്. ഞാൻ യേശുവിനോട് ഇങ്ങനെ പറയുകയായിരുന്നു, യേശുവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, എനിക്ക് ഒരു യോഗ്യതയുമില്ല. ജീവിതത്തിൽ ശാപ വഴികളിലൂടെ ഞാൻ പോയവനാണ്, ഒറ്റപ്പെട്ടു പോയവനാണ്, ഒത്തിരി മുറിവുകളുള്ള മനുഷ്യനാണ്, ഭാവി അടഞ്ഞുപോയൊരു മനുഷ്യനാണ്, എല്ലാം തകർന്നൊരു മനുഷ്യനാണ്. എനിക്കറിയില്ല യേശുവേ, നിന്റെ വേലയ്ക്കായി ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ ആ ദിവസം എനിക്ക് ഓർമ്മയുണ്ട്. ദൈവം കൃപയാൽ ആ പ്രാർത്ഥന കേട്ട് അതിന് ഒപ്പുവെക്കുകയാണ്. +2 പഠനത്തിന് ശേഷം ഞാന് കുന്നംകുളം പോളിടെക്നിക് കോളേജിനകത്ത് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന് വേണ്ടി കടന്നു പോകുകയാണ്. ആ 3 വർഷക്കാലം എൻ്റെ ജീവിതത്തിൽ മാറ്റിമറിക്കുന്ന ദിനങ്ങളായിരുന്നു. നല്ലവരായ ഒത്തിരി സുഹൃത്തുക്കൾ എനിക്ക് അവിടെ ദൈവം നൽകി.
യേശുവിനെ സാക്ഷിപ്പാൻ ദൈവം എനിക്ക് അവിടെ ഭാഗ്യം തന്നു. എന്റെ കൂട്ടുകാരനെ അവിടെ വിളിച്ചുകൊണ്ടിരുന്നത് യേശുവിന്റെ വഴി എന്നായിരുന്നു. ഞാൻ അഭിമാനത്തോടെ ഞാനത് ഓർക്കുന്നു. എന്നെ രൂപാന്തരപ്പെടുത്തിയ എൻ്റെ യേശുവിനെ, എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച യേശുവിനെ, ഏതെങ്കിലും പിച്ചാത്തിപ്പിടിയിൽ തീർന്നു പോകേണ്ട എൻ്റെ യേശുവിനെ സാക്ഷിക്കാൻ ലഭിച്ച 3 അനുഗ്രഹിക്കപ്പെട്ട വർഷങ്ങൾ. 2005 മെയ് മാസം 3-ാം തീയതി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ദൈവം എന്നെ നിറയ്ക്കുകയാണ്. അന്ന് ചർച്ചിൽ 21 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുന്നു. ദൈവം എൻ്റെ ബന്ധനങ്ങളെ അഴിക്കുകയായിരുന്നു. ദൈവത്തിന്റെ നല്ല ആത്മാവിനെ, വിശുദ്ധിയുടെ ആത്മാവിനെ കരുണാപാത്രമായ എന്നിലേക്ക് ദൈവം നൽകുകയായിരുന്നു. അഭിഷേകം കൊണ്ട് ദൈവം എന്നെ നിറച്ചു. വെളിപ്പാടുകൾ കൊണ്ട് ദൈവം എന്നെ നിറച്ചു. ഒരു ആത്മീക ശുശ്രൂഷ ദൈവം അന്ന് എൻ്റെ മേൽ പകർന്നു. ഞാൻ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ദിവ്യ ദർശനങ്ങൾ നിരന്തരം ദൈവം എനിക്ക് നൽകി തന്നുകൊണ്ടേയിരുന്നു. രാത്രിയിലെ ദർശനങ്ങളിൽ, സ്വപ്നങ്ങളിൽ ദൈവം എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്നു. വരാൻ പോകുന്ന കാര്യങ്ങൾ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ബന്ധുക്കളിൽ, സഭയ്ക്കകത്ത് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ദൈവാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ടേയിരുന്നു. അതൊന്നും എനിക്ക് മനസ്സിലാക്കാനുള്ള ജ്ഞാനം എനിക്കില്ലായിരുന്നു. പക്ഷെ എനിക്കൊരു നല്ല പാസ്റ്ററെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആ ദൈവദാസൻ എല്ലാ കാര്യങ്ങളും എനിക്ക് രഹസ്യത്തിലിരുന്ന് പറഞ്ഞു തരുമായിരുന്നു. നല്ലതുപോലെ എന്നെ വഴക്കു പറയുമായിരുന്നു. നല്ലതുപോലെ എന്നെ സ്നേഹിക്കുമായിരുന്നു. ആ നല്ല ആത്മീയ പിതാവിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ വാഴ്ത്തുന്നു. ആ ദിവ്യ ദർശനങ്ങളാൽ നിറയപ്പെട്ട 2005 മെയ് മാസം പരിശുദ്ധാത്മാവ് വ്യക്തമായി എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്ന കാലഘട്ടം. 2005 മെയ് മാസം 22-ാം തീയതി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ ജലത്തിൽ മുങ്ങി. എൻ്റെ പാസ്റ്റർ എന്നെ സ്നാനപ്പെടുത്തി. ഞാൻ സ്നാനപ്പെട്ട് മുന്നോട്ട് വന്നപ്പോൾ എൻ്റെ അമ്മയുടെ സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ പറഞ്ഞു, നല്ലൊരു നായർ ചക്കൻ ദേ മാർഗം കൂടി വന്നിരിക്കുന്നു. ഞാൻ അവരോട് പറഞ്ഞു, സത്യമാണ്, ഞാൻ നല്ലൊരു മാർഗത്തിലേക്ക് പോയി. ആ മാർഗത്തിൽ കൂടെ തന്നെ നടക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. മാർഗം കൂടി എന്ന് വിളിച്ചപ്പോൾ എനിക്കൊന്ന് വളരെ അഭിമാനം തോന്നി. കാരണം ഞാൻ പറയാതെ തന്നെ എൻ്റെ യേശുവിനെ അവർ തിരിച്ചറിയുകയായിരുന്നു. ഞാൻ പറയാതെ തന്നെ എൻ്റെ ജീവിതം മാറിയത് അവർ തിരിച്ചറിയുകയായിരുന്നു. സ്നാനത്തോടുള്ള ബന്ധത്തിൽ ഒരു അനുഭവ സാക്ഷ്യം പറയാൻ എൻ്റെ ഹൃദയത്തിനകത്ത് പ്രേരണയുണ്ട്. 2004-2005 കാലഘട്ടത്തിലാണ് ഞാന് കുന്നംകുളത്തുള്ള ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ്റെ +2 പഠനം നടത്തുന്നത്. 2004 ഞാൻ അന്ന് നല്ല പയ്യനായിരുന്നത് കൊണ്ട് കൂടെ എൻ്റെ അമ്മയ്ക്ക് സ്കൂളിൽ വരേണ്ടതായിട്ടുള്ള ആവശ്യകത ഉണ്ടാകുമായിരുന്നു. ഒരിക്കൽ എൻ്റെ അമ്മ വന്നപ്പോൾ എൻ്റെ അമ്മ കഴുത്തിലും കാതിൽ നിന്നൊക്കെ ആഭരണം ഊരിയിട്ടുണ്ടായിരുന്നു. ആരും പറഞ്ഞിട്ടില്ല, ഒരു പാസ്റ്റർമാർ ഊരാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അമ്മ ആഡംബരമാണെന്ന് കരുതി മാറ്റിയതാണ്. ആരും പ്രേരിപ്പിച്ചിട്ടില്ല. ഇന്നും അത് ധരിക്കാൻ അമ്മയ്ക്ക് താല്പര്യവും തോന്നിയിട്ടില്ല. ആഭരണം ഊരുന്നതോ ഊരാതിരിക്കുന്നതൊന്നും ആത്മീയതയുടെ വലിയ ലക്ഷണമായിട്ടൊന്നും ഞാൻ കരുതുന്നില്ല, പറയുന്നുമില്ല. പക്ഷെ എൻ്റെ അമ്മ ഊരിയിട്ടുണ്ടായിരുന്നു എന്നുള്ള അനുഭവം ഞാനിവിടെ പറയുന്നു. എൻ്റെ അമ്മയെ കണ്ടപ്പോൾ എൻ്റെ ബീന ടീച്ചർ ബോട്ടണി പഠിപ്പിക്കുന്ന ടീച്ചറായിരുന്നു. ബീന ടീച്ചർ പറഞ്ഞു, എന്താടാ നിന്റെ അമ്മ കഴുത്തിലും കാതിലും ഇട്ടിട്ടില്ലല്ലോ? ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ ഇങ്ങനെ പ്രാർത്ഥനയ്ക്കൊക്കെ നടക്കുന്ന ഒരു കൂട്ടരാ ടീച്ചർ, എന്ത് ചെയ്യാനാ, ഞങ്ങളുടെ കുടുംബത്തെ പറയിപ്പിക്കാനായിട്ട് അമ്മ അങ്ങനെയൊക്കെ പോയി. അപ്പം ടീച്ചർ ഒരു ഹൈന്ദവ മേഖലയിലുള്ള ടീച്ചറാണ്. അരിവായി കുളത്തിനടുത്താണ് ടീച്ചറുടെ വീട്. ടീച്ചർ എന്നോട് പറയാണ്, മോനെ നീ സൂക്ഷിക്കണം. ഞാൻ പറഞ്ഞു, എന്ത് പറ്റിയ ടീച്ചറെ? ഈ പ്രാർത്ഥിക്കാൻ പോകുന്നവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ പ്രാർത്ഥിക്കാൻ പോകുന്നവരുടെ കൂട്ടത്തിൽ പതിയെ ആളുകൾ കൂടെ പോകുകയാണ്. ഞാൻ പറഞ്ഞു, ടീച്ചറെ, കൊന്നാലും
എന്നെ ആ വഴിക്ക് കിട്ടില്ല. കാരണം മതം തലയ്ക്ക് പിടിച്ച സമയമാണത്. രാഷ്ട്രീയ പ്രവർത്തനം തലയ്ക്ക് പിടിച്ച സമയമാണ്. കൊട്ടേഷൻ സംഘങ്ങളോട് കൂടെ നടക്കുന്ന സമയമാണ്. ഒരു വിദൂര ഭാവിയിൽ പോലും അങ്ങനെ ഒരു ചിന്ത എന്റെ മനസ്സിൽ വരുവാൻ സാധ്യതയില്ലെന്ന് 100% അടിയറവിട്ട് പറയാനുള്ള ഒരു സമയം. പക്ഷേ സ്നാനപ്പെട്ട് എൻ്റെ പാസ്റ്റർ, ഞങ്ങൾ സ്നാനപ്പെടുമ്പോൾ 10-13 പേരുണ്ട്. ഞങ്ങളുടെ ചർച്ചിലെ ബാബുവേട്ടന്റെ 407 വണ്ടിയിൽ, ജീസസ് എന്നാണ് വണ്ടിയുടെ പേര്, ആ വണ്ടിയിൽ കയറി ഡ്രമ്മൊക്കെ അടിച്ച് കാലത്ത് അരിവായ്ക്കുളത്തിൽ സ്നാനപ്പെടാൻ പോവുകയാണ്. എന്റെ പാസ്റ്റർക്ക് നിർബന്ധം അരിവായ്ക്കുളത്തിൽ സ്നാനപ്പെട്ടാൽ മതി. അറിയില്ല, പാസ്റ്റർ അവിടെ കൊണ്ടുപോയി ഞങ്ങളെ സ്നാനപ്പെട്ട് സ്നാനകുളത്തുനിന്ന് കയറി വരുമ്പോൾ വീടിന്റെ ഗ്രില്ലിന്റെ ഇടയിലൂടെ ഒരാൾ എന്നെ വീക്ഷിക്കുന്നതായിട്ട് എനിക്ക് തോന്നുകയാണ്. മാക്സിയാണ് നൈറ്റിയാണ് ഇട്ടിട്ടുള്ളത്. ടീച്ചർമാരെ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. പക്ഷെ മുഖം പരിചയം, വസ്ത്രം കണ്ടപ്പോൾ ഒരു അങ്കലാപ്പ്. ഞാൻ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ ബീന ടീച്ചറാണ്. ഞാൻ ഓടി അടുത്ത് ചെന്നു. അപ്പം ടീച്ചർ പറയുകയായിരുന്നു, മോനെ, ഞാൻ നിന്നോട് അന്നേ പറഞ്ഞില്ലേ നീയും ഇതിനകത്തേക്ക് പോകും. കാരണം ഞാൻ അനേകർ കണ്ടിട്ടുണ്ട് ഇവിടെ വന്ന് സ്നാനപ്പെടുന്നത്. ഇത് ഈ മാർഗത്തിന്റെ പ്രത്യേകതയാണ് പ്രിയപ്പെട്ടവരെ. ഈ മാർഗം വളർന്നത് വാളുകൊണ്ടല്ല, ഈ മാർഗം വളർന്നത് രക്തച്ചൊരിച്ചിൽ കൊണ്ടല്ല, ഈ മാർഗം വളർന്നത് ഭീഷണി കൊണ്ടല്ല, ഈ മാർഗം വളർന്നത് പ്രലോഭനം കൊണ്ടല്ല, ഈ മാർഗം സൂപ്പും കൊടുത്ത് വളർന്ന മാർഗമല്ല. കർത്താവായ യേശു ക്രിസ്തു മാനവരക്ഷയുടെ പാപത്തിന് വിമോചനത്തിന് വേണ്ടി കാൽവറി ക്രൂശിൽ 3 ആണിമേൽ തൂങ്ങി 2 കരങ്ങളും വിരിച്ച് ആ വിരിമാർവിൽ അവസാനത്തുള്ളി രക്തവും ഊറ്റിത്തന്ന് മനുഷ്യരെ സ്നേഹിച്ച മാർഗമാണ് ഈ മാർഗം. ഈ മാർഗം തുടരുക തന്നെ ചെയ്യും. അതിന്റെ ജൈത്രയാത്ര നടത്തുക തന്നെ ചെയ്യും. കാരണം യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഈ മാർഗത്തിനെതിരെ ഒരുത്തനും നിൽക്കാനായിട്ട് കഴിയില്ല. ഞങ്ങളുടെ കയ്യിൽ ആയുധങ്ങളില്ല, ഞങ്ങളുടെ കയ്യിൽ വാളുകളില്ല, ഞങ്ങളുടെ കയ്യിൽ ബോംബുകളില്ല, ഞങ്ങളെ ആരെയും ഉപദ്രവിക്കാൻ പോകാറില്ല, ഞങ്ങൾ പിക്കറ്റ് ചെയ്യാറില്ല, ഞങ്ങൾ സമരങ്ങൾ ചെയ്യാറില്ല, ഞങ്ങൾ ട്രാൻസ്പോർട്ട് ബസ്സിന് കല്ലെറിയാറില്ല. പക്ഷേ ഈ മാർഗം ഇന്നും വളരുന്നു. സുവിശേഷ വിരോധിയായ സുമേഷ് സുകുമാരൻ ഇന്ന് ഒരു സുവിശേഷകനാണ്, ഇന്നും സുവിശേഷകനാണ്. മരിക്കുന്നത് വരെ യേശുവിനെ പറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കും. അവസാനത്തുള്ളി രക്തവും ഈ ശരീരത്തിൽ നിന്ന് ഊറ്റിപ്പോകുന്നവരെ, അല്ലെങ്കിൽ ഈ പ്രാണവായു ഈ ശരീരത്തിന് അവസാനം പോകുന്നത് വരെ യേശുവിനെ പ്രസംഗിക്കാൻ അഭിമാനമുണ്ട്, ആനന്ദമുണ്ട്. യേശു രക്ഷകൻ എന്ന് പറയാൻ സന്തോഷമുണ്ട്, തൻ്റെ ഇടത്തോടെ പറയാൻ ആർജവത്വമുണ്ട്. ഇതാരോടുമുള്ള വെല്ലുവിളികളല്ല, ആരോടും കയർക്കുന്നതുമല്ല. ഞാൻ അനുഭവിച്ച സന്തോഷം അത്ര വലുതാണ്. ഞാൻ ഇന്ന് അനുഭവിക്കുന്ന സമാധാനം അത്ര വലുതാണ്. മദ്യം രുചിക്കാൻ പോയവനാണ് ഞാന്, മതം രുചിക്കാൻ പോയവനാണ് ഞാന്, പലവിധമായ രാഷ്ട്രീയ മേഖലകളിലേക്ക് കാലെടുത്ത് വെച്ചവനാണ് ഞാന്. പക്ഷേ അവയ്ക്കൊന്നും തരാൻ കഴിയാതിരുന്ന ഒരു ദിവ്യമായ സ്നേഹവും സന്തോഷവും സമാധാനവും യേശുവിന്റെ സുവിശേഷത്തിന് എനിക്ക് തരാൻ കഴിഞ്ഞത് കൊണ്ട്, അനുഭവത്തിൽ നിന്ന്, ആയിരങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന്, വിശുദ്ധ വചനത്തിൽ നിന്ന് വിളിച്ചു പറയുന്നു, മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറെ നാമം ഇല്ലവേ ഇല്ല. എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെട്ടുകൊള്ളുവിൻ എന്ന് ദൈവം നമ്മോട് വിളിച്ചു പറയുന്നു. ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഹൃദയം കഠിനമാക്കാതെ ഹൃദയം ദൈവത്തിന് മുമ്പാകെ സമർപ്പിച്ചു കൊടുത്താൽ, താങ്കളുടെ ഹൃദയത്തിനകത്ത് ദിവ്യമായ സമാധാനം തന്ന്, സന്തോഷം തന്ന്, നിത്യജീവനിലേക്ക് നടത്തി കുടുംബത്തെ അനുഗ്രഹിക്കാൻ കഴിവുള്ള ഒരു രക്ഷകനുണ്ടല്ല, ഒരേ ഒരു രക്ഷകൻ, കർത്താവായ യേശു ക്രിസ്തു. അതെ, എന്റെ ജീവിതം ധന്യമാക്കിയത് കർത്താവായ യേശുവാൻ. ആത്മഹത്യയിൽ എൻ്റെ അമ്മയെ രക്ഷിച്ചത് കർത്താവായ യേശുവാൻ. കൊട്ടേഷൻ സംഘത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചത് കർത്താവായ യേശുവാൻ. ഏതെങ്കിലും പിച്ചാത്തിപ്പിടിയിൽ തീർന്നു പോകെ എന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയത് കർത്താവായ യേശുവാൻ.
ജീവിതം തകർന്നു പോയോ സ്നേഹിത? കുടുംബം തകർന്നു പോയോ? രക്ഷയ്ക്ക് മാർഗമില്ലെന്ന് കരുതുന്നുവോ? യേശുവിന് താങ്കളെ രക്ഷിക്കാനായിട്ട് കഴിയും. ഈ ദിവ്യമായ അനുഭവത്തിനായി ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. 2005 മെയ് മാസം 22-ാം തീയതി ഞാൻ സ്നാനപ്പെടുകയാണ്. യേശുവിനെ അന്നു മുതൽ സാക്ഷിക്കാൻ തുടങ്ങിയതാണ്. കവലകളിൽ, തിരുക്കോണുകളിൽ യേശു ഉയർത്തുവാൻ എനിക്ക് അഭിമാനമാണ്. യേശു രക്ഷകൻ എന്ന് പറയാൻ എനിക്ക് അഭിമാനമാണ്. യേശു എൻ്റെ ജീവന്റെ ജീവനാണ്. ആരും പ്രലോഭിച്ചതല്ല, ആരും ബ്രെയിൻവാഷ് നടത്തിയതല്ല. യേശു തന്ന ദിവ്യ സമാധാനം കരുത്താണ്. അത് ഇന്നും കരുത്താണ്. പ്രശ്നങ്ങളില്ലെന്നല്ല, ബുദ്ധിമുട്ടുകളില്ലെന്നല്ല, പ്രതികൂലങ്ങളില്ലെന്നല്ല, രോഗങ്ങളില്ലെന്നല്ല. ഞാനും നിങ്ങളും മനുഷ്യരായതുകൊണ്ട് എല്ലാവരും കടന്നു പോകേണ്ടുന്ന പലവിധമായ സാഹചര്യങ്ങളുണ്ട്, വേർപാടുകളുണ്ട്, ദുഃഖങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, ഒക്കെ ജീവിതത്തിൽ വരുന്നുണ്ട്. പക്ഷേ അരിമനാഥനായ യേശു ജീവിതത്തിന് പടകിലുള്ളത് കൊണ്ട് കാറ്റെ അടങ്ങുക, കടലെ ശാന്തമാക എന്ന് പറയാൻ കൂടെയുള്ളത് കൊണ്ട് അക്കരെ നാട്ടിലെത്തുമെന്ന് നല്ല ഉറപ്പാണ്. ഇതുവരെ കരുതിയ നാഥൻ ഇനിയും നടത്തുമെന്ന് നല്ല ധൈര്യമാണ്. അനുഭവത്തിൽ വിളിച്ചു പറയുന്നു, യേശുവിനെ പരീക്ഷിച്ചു നോക്ക്. ട്രൈ ജീസസ്. ഒരിക്കലൊന്ന് പരീക്ഷിച്ചു നോക്ക്. ജീവിതം ധന്യമാകുന്നത് കാണാനായിട്ട് കഴിയും. അവൻ വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. ഇപ്പോൾ ഈ സമയം ഹൃദയത്തിന്റെ വാതിൽ തുറന്നാൽ അവൻ നിങ്ങളുടെ കൂട്ടത്തിൽ വസിക്കും. നിങ്ങളിൽ ഒരുവനായി, രക്ഷകനായി കൂടെയിരിക്കും. ഇത്രയും നാൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നില്ലേ? എവിടെയും എത്തിയില്ലല്ലോ. ഇനിയെങ്കിലും ഡ്രൈവിംഗ് സീറ്റിൽ ദൈവത്തെ ഇരുത്ത്, രക്ഷകനെ ഇരുത്ത്, യേശുവിനെ ഇരുത്ത്. ജീവിതം ധന്യമാകുന്നത് കാണാനായിട്ട് കഴിയും. 2008 കമ്പ്യൂട്ടർ ഡിപ്ലോമ പഠനം കഴിയുകയാണ്. അതിനുശേഷം പൂർണ്ണസമയം സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. എന്റെ പാസ്റ്റർ പറഞ്ഞു, മോനെ, 1 വർഷം നീ എന്റെ കൂടെ നിൽക്ക്. ഞാൻ പാസ്റ്റർ കൂടെ നിൽക്കുകയാണ്. 1 വർഷം പാസ്റ്റർ കൂടെ നിന്ന് പ്രായോഗിക സുവിശേഷകന്റെ, പ്രായോഗിക ഒരു ദൈവദാസന്റെ ബുദ്ധിമുട്ടുകൾ നേരിട്ട് കണ്ടറിയുകയാണ്. സുവിശേഷീകരണം മനസ്സിലാക്കുകയാണ്. വീടുകളെ, ആത്മീയ ആടുകളെ എങ്ങനെ കരുതണമെന്ന് പഠിക്കുകയാണ്. ശേഷം 2009 മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിൽ എന്റെ BD പഠനത്തിന് വേണ്ടി കടന്നു ചെല്ലുകയാണ്. 2009-14 കാലഘട്ടം, 5 വർഷം യേശു എന്നെ പണിത കാലഘട്ടം. നല്ലവരായ ഒരു പറ്റം അധ്യാപകർ, എന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ച എന്റെ സ്നേഹിതർ, എല്ലാവരുടെയും പേര് എനിക്കിവിടെ എടുത്ത് പറയണമെന്നുണ്ട്, പക്ഷെ സമയമില്ലല്ലോ. സ്നേഹനിധികളായ എന്റെ കൂട്ടുകാർ, എന്റെ അധ്യാപകർ എല്ലാം നന്ദിയോടെ ഞാൻ സ്മരിക്കുന്നു. പ്രത്യേകിച്ച് 2013 ജനുവരി മാസം 23-ാം തീയതി ബഹുമാനപ്പെട്ട കോശി സാറിന്റെ മകൻ ജോൺസിയുടെ, സാം കോശിയുടെ വിവാഹം നടക്കുന്ന സമയം ഉച്ചയ്ക്ക് ഓഡിറ്റോറിയം എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കോള് വരികയാണ്. എൻ്റെ അമ്മയുടേതാണ് കോള്. മോനെ, നമ്മുടെ അച്ഛൻ നമ്മെ വിട്ടുപോയി. 2013 ജനുവരി മാസം 23-ാം തീയതി ഞാൻ കടന്നുപോയ ഏറ്റവും വേദനയുടെ സമയം, വേർപാടിന്റെ ദുഃഖം അനുഭവിച്ച സമയം. എന്റെ ജോർജ് കുട്ടി സാറ്, എന്റെ തോമസ് മാത്യു സാറ്, വി വർഗീസ് സാറ് തുടങ്ങിയ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ ദാസന്മാർ, എന്റെ സഹപാഠികളായ ജൻസൺ, അതുപോലെ ചാർലി, ജെയിംസ്, സാം, ഇവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരാണ്. 10-32 പേരടങ്ങുന്ന എന്റെ ബാച്ചിലുള്ള ഓരോ പ്രിയപ്പെട്ടവർ, എന്റെ സീനിയേഴ്സ് ആയിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ ഓടി എന്റെ അടുക്കൽ വരികയാണ്. ഇന്ന് നിത്യത്തിൽ വിശ്രമിക്കുന്ന ബഹുമാനപ്പെട്ട ജോയ് ജോർജ് ഷാരൂണിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ വാഹനം ഒരു ബൊലേറോ കാറിൽ എന്നെ രാത്രിക്ക് രാത്രി അവർ കൊണ്ടുപോകുകയാണ്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ എന്റെ പിതാവിന്റെ ബോഡി മോർച്ചറിയിൽ വെക്കുന്ന സമയം, അതിവേദനയുടെ സമയം, വേർപാടിന്റെ സമയം, എനിക്ക് വേണ്ടി എന്റെ പാസ്റ്റർ, എന്റെ സഭ, എന്റെ സ്നേഹിതർ, എന്റെ ദൈവദാസന്മാർ, സീനിയേഴ്സ് ആയിട്ടുള്ള എന്റെ ജ്യേഷ്ഠ തുല്യരായിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ, ജൂനിയേഴ്സ് ആയിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ തോളോട് തോൾ ചേർന്ന് നിന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ സമയം ഞാൻ ഓർക്കുന്നു. അതിദുഃഖത്തിൽ ഞാൻ മുങ്ങിപ്പോകാതെ
പ്രാർത്ഥനയുടെ കരുത്തുകൊണ്ട് ഞാൻ പുറത്തു വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഏത് വേർപാടിന്റെ ദുഃഖത്തെയും അതിജീവിക്കാൻ കഴിയുന്ന യേശുവിന്റെ സ്നേഹം അത് അതുല്യമാണ്, അത് വർണ്ണിക്കാൻ കഴിയാത്തതാണ്. യേശുവിന്റെ സ്നേഹം നിങ്ങളെ വഴി നടത്തട്ടെ. ഞാന് എൻ്റെ BD പഠനം പൂർത്തീകരിക്കുകയാണ്. 2015 എൻ്റെ വിവാഹം നടക്കുകയാണ്. വയനാട് മാനന്തവാടിക്കടുത്ത് തൃശ്ശിലേരിയിൽ മുത്തുമാരിയിൽ ബഹുമാനപ്പെട്ട ഒരു പാവം പിടിച്ചൊരു ദേവദാസ് സാജൻ BB ലില്ലി, അവരുടെ മൂത്ത മകൾ ജെന്നീസ് സാജൻ BSc നേഴ്സൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. അന്ന് ഞാൻ 40 ദിവസം ഉപവസിക്കുന്ന ഒരു സമയം. അന്ന് എൻ്റെ ഫാദറിനല്ലോ, അദ്ദേഹം പാസ്റ്ററാണ്, പൊതു ശുശ്രൂഷകനാണ്, സാജൻ പാസ്റ്റർ. 40 ദിവസം ഞങ്ങളുടെ ചർച്ചിൽ ഉപവാസം നടക്കുമ്പോൾ 39ാമത്തെ ദിവസം ശുശ്രൂഷയ്ക്ക് വന്ന അദ്ദേഹമാണ്. നോക്കിയപ്പോൾ ഞാനും എൻ്റെ പാസ്റ്റർ ഉപവസിക്കുന്നു. അപ്പം എന്നെ കണ്ടപ്പോൾ ഫാദറിലേക്ക് വളരെ സന്തോഷം. ഈ സമയത്ത് 40 ദിവസം ഉപവസിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞ് എൻ്റെ പാസ്റ്ററോട് എന്നെ കുറിച്ച് ചോദിക്കുന്നു. തൻ്റെ മകളെ പറ്റി എന്നോട് എൻ്റെ പാസ്റ്ററോട് പറയുന്നു, എൻ്റെ വിവാഹം ഞാനല്ല ആലോചിച്ചത്, എൻ്റെ വിവാഹം എൻ്റെ അമ്മയല്ല ആലോചിച്ചത്, എൻ്റെ വിവാഹം എൻ്റെ പാസ്റ്ററാണ് ആലോചിച്ചത്. എനിക്ക് വേണ്ടി എൻ്റെ സഭയാണ് ആലോചിച്ചത്. നന്ദിയോടെ ഞാനത് ഓർക്കുന്നു. എൻ്റെ പാസ്റ്റർ എന്നെയും കൂട്ടി എൻ്റെ അമ്മയെയും കൂട്ടി ദൂരെ കുന്നംകുളത്തുനിന്ന് വയനാട്ടിലേക്ക്, മാനന്തവാടിയിലേക്ക്, തൃശ്ശിലേരിയിലേക്ക്, മുത്തുമാരിയിലേക്ക്, പണ്ട് നെക്സൽ വർഗീസ് ഒക്കെ താമസിച്ച വലിയ മലയുടെ കുന്നിന്റെ മുകളിലേക്ക് ഒരു ചെറിയ വീടിനകത്തേക്ക് കൊണ്ടുപോയി. പക്ഷേ ഒത്തിരി ഹൃദയവിശാലതയുള്ള ഒരു പറ്റം 35ഓളം സുവിശേഷകന്മാരുള്ള ആ വലിയ പറമ്പിൽ, എന്നാണ് വീട്ടിൽ പേര്, ആ വലിയ പറമ്പ് എന്ന് പറഞ്ഞ പോലെ തന്നെ 35ഓളം സീനിയേഴ്സും ജൂനിയേഴ്സും വിവാഹം കഴിച്ചവരും കഴിക്കാത്തവരൊക്കെ ആയിട്ടുള്ള 35 സുവിശേഷകരുള്ള അനുഗ്രഹിക്കപ്പെട്ട കുടുംബം. അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിലെ മൂത്ത മകൾ ജെന്നീസുമായിട്ട് വിവാഹാലോചന വരികയാണ്. ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്ററെ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? പാസ്റ്റർ പറഞ്ഞു, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടാൽ മതി മോനെ, ബാക്കിയെല്ലാം ദൈവം നോക്കിക്കൊള്ളും. 2015 എൻ്റെ വിവാഹം നടക്കുന്നു. ദൈവം ഞങ്ങൾക്ക് 3 പെൺകുഞ്ഞുങ്ങളെ, അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ, അനായ, ഇവാനിയ, നഥാനിയ, 3 കുഞ്ഞുങ്ങളെ ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്നു. 2015 എൻ്റെ ജീവിതം ഏറ്റവും വഴിത്തിരിവിന്റെ കാലഘട്ടമായിരുന്നു. ബഹുമാനപ്പെട്ട പോൾ ഗോപാലകൃഷ്ണൻ എന്ന ദൈവദാസൻ ശുശ്രൂഷിക്കുന്ന മുണ്ടിയപ്പള്ളി ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിനകത്തേക്ക് കടന്നു വരുവാൻ ഒരു അവസരം ഉണ്ടാകുകയാണ്. അവിടുത്തെ ശുശ്രൂഷകനായിട്ട്, അവിടുത്തെ ഒരു പൂർണ്ണസമയ ശുശ്രൂഷകനല്ല, സഹശുശ്രൂഷകനായിട്ട് എന്നെ അവിടെ നിയമിക്കുകയാണ്. എൻ്റെ കൂടെ അന്ന് കരവൂരിൽ നിന്ന് പ്രവർത്തിക്കുന്ന ബിജു IC പാസ്റ്റർ ഉണ്ട്. ഇന്ന് തകഴിയിൽ ശുശ്രൂഷിക്കുന്ന അശോക് പാസ്റ്റർ ഉണ്ടായിരുന്നു. ഇന്ന് മണക്കാലയിലെ രജിസ്ട്രാർ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ബിജുകൃഷ്ണൻ പാസ്റ്റർ ഉണ്ടായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ വൃന്ദങ്ങളുടെ ഇടയിൽ ഒരു ചെറിയൊരു സ്പേസ് എനിക്ക് ലഭിക്കുകയാണ്. ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളുള്ള പാസ്റ്റർമാരെ ബഹുമാനിക്കുന്ന, പാസ്റ്റർമാരെ ദൈവദൂതന്മാർ എന്ന തുല്യം കണക്കാക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് മുണ്ടിയപ്പള്ളി ദൈവസഭയ്ക്കകത്ത് 2015 കടന്നു വരികയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു സുവിശേഷകൻ. ഞാൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്, എൻ്റെ ദൈവമേ, പ്രായമുള്ള ഒരു ദൈവദാസന്റെ കീഴിൽ, എന്നെ വഴക്ക് പറയുന്ന ഒരു സുവിശേഷകന്റെ കീഴിൽ കുറച്ചു കാലം നിൽക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടാകണമേ. ഞാൻ മണക്കാലിൽ പഠിക്കുമ്പോൾ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ്. 2015 ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ കാണുന്നൊരു ദൈവം ഉണ്ടല്ലോ. 2015 മുണ്ടിയപ്പള്ളി ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൽ കടന്നു വരികയാണ്. അന്ന് മുതൽ ഈ സമയം വരെ ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് മുണ്ടിയപ്പള്ളി ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൽ നിന്നാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശു എന്നെ രൂപാന്തരപ്പെടുത്തിയ കഥ അത്ഭുതകരമാണ്. ഉന്നതന്മാരോടുകൂടെ, വലിയ വലിയ ആളുകളോടുകൂടെ ഇരിക്കാൻ ലഭിച്ച ഭാഗ്യം.
ഒരു യോഗ്യതയുമില്ലാതിരുന്ന എൻ്റെ ജീവിതത്തെ യേശു രൂപാന്തരപ്പെടുത്തിയ അത്ഭുതകരമായ അത്ഭുതകരമായ ശ്രേഷ്ഠകരമായ ജീവിതാനുഭവങ്ങൾ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് ഓർഡിനേഷൻ തന്ന് എന്നെ അനുഗ്രഹിച്ചു, മാനിക്കുകയുണ്ടായി. ഇന്ന് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ നാഷണൽ പ്രസിഡന്റ് ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട റവറൻ ഫിന്നി ജേക്കബ് അവറുകൾ ഓർഡിനേഷൻ ശുശ്രൂഷയ്ക്കകത്ത് എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിനകത്ത് ദൈവം തുറന്ന വഴികൾ അത്ഭുതകരമാണ്, അത്ഭുതകരമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താഴ്ന്നിരുന്നാൽ ദൈവം നമ്മെ തക്ക സമയത്ത് ഉയർത്തുക തന്നെ ചെയ്യും, തന്നെ ചെയ്യും. ദൈവം ആർക്കും കടക്കാരനല്ല. എൻ്റെ ജീവിതാനുഭവങ്ങൾ പറയാൻ ഒത്തിരി ഉണ്ട്, പക്ഷെ ഞാൻ എൻ്റെ വാക്കിവിടെ ചുരുക്കുകയാണ്. സമയം അല്പം ദൈർഘ്യമായി എന്ന് നിശ്ചയം എനിക്കുണ്ട്. പക്ഷെ എൻ്റെ ശ്രോതാക്കൾക്ക് എൻ്റെ ജീവിതാനുഭവം ഒരു അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ശുശ്രൂഷ ജീവിതാനുഭവങ്ങളിൽ കടന്നുപോയ ഒറ്റപ്പെടലുകളുണ്ട്, അപമാനങ്ങളുണ്ട്, വേദനകളുണ്ട്, കരഞ്ഞനുഭവങ്ങളുണ്ട്, ആളുകൾ എതിർത്ത അനുഭവങ്ങളുണ്ട്, ഒറ്റപ്പെടുത്തി തള്ളിക്കളഞ്ഞ അനുഭവങ്ങളുണ്ട്. പക്ഷേ കാട്ടിൽ നിന്ന് ദാവീദിനെ വിളിച്ചു വരുത്തി വീട്ടിൽ കൊണ്ടുവന്ന് അഭിഷേകം ചെയ്ത് നാട്ടിലെ രാജാവാക്കിയ ദൈവത്തെ ഞാൻ ബൈബിളിലൂടെ പരിചയപ്പെട്ടിട്ടുണ്ട്. ആരോടും പരിഭവങ്ങളില്ല, ആരോടും പ്രയാസങ്ങളില്ല. ഒരു കാര്യം എനിക്കറിയാം, യേശു വിശ്വസ്തൻ. തൻ്റെ മക്കളെ ആദരിക്കുവാൻ യേശു വിശ്വസ്തൻ. ഒരേ ഒരു ആഗ്രഹം, നല്ലവനും വിശ്വസ്തനും ആയ ദാസനെ എന്ന് യേശു വിളിക്കുന്ന ഒരു ദിനമുണ്ട്. ആ ഒരു വിളി കേട്ടാൽ മാത്രം മതി. ആ സമയം വരെ നല്ല വീറോടെ നെഞ്ചും നെറ്റിയും കാണിച്ച് ഈ ഒരു സുവിശേഷകനായി യേശു ജീവിക്കുന്നു എന്ന് പറയുവാൻ ഞാൻ അഭിമാനിക്കുന്നു. അന്ത്യശ്വാസം വരെ യേശുവിനായി ജീവിക്കുവാൻ ഞാനും എൻ്റെ കുടുംബവും ആഗ്രഹിക്കുന്നു. അനുഭവത്തിൽ നിന്നും ബൈബിളിൽ നിന്നും സുവിശേഷകൻ വിളിച്ചു പറയട്ടെ, യേശു പാപികളെ രക്ഷിക്കുന്നു, യേശു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശു ശാപങ്ങളെ മാറ്റുന്നു, യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരകളാൽ ഇന്നും സൗഖ്യമുണ്ട്. സ്വർഗത്തിലേക്ക് കരേറിപ്പോയ യേശു രാജാവായി വേഗം വരും. നമ്മുടെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മരണമോ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവോ രണ്ടിലൊന്നിലൂടെ കടന്നു പോകും. അന്ത്യ ന്യായവിധിയിൽ ഞാനും നിങ്ങളും നഷ്ടപ്പെട്ടു പോകരുത്. യേശു എന്നെ സ്നേഹിച്ചു, എൻ്റെ കുടുംബത്തെ സ്നേഹിച്ചു, ഞങ്ങൾക്ക് സമാധാനം തന്നു. താങ്കളെയും സ്നേഹിക്കുന്നു, താങ്കളുടെ കുടുംബത്തെയും സ്നേഹിക്കുന്നു, താങ്കളുടെ കുഞ്ഞുങ്ങളെയും സ്നേഹിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ താങ്കളുടെ ജീവിതത്തെ മടക്കി തരുവാൻ യേശുവിന് കഴിയും. എൻ്റെ അനുഭവങ്ങളെ ഞാൻ ഇവിടെ ചുരുക്കുന്നു. ഓർക്കുമ്പോൾ എന്നെയും ഓർക്കണം. എൻ്റെ പേര് സുമേഷ് എന്നാണ്. ഭാര്യ, 3 കുഞ്ഞുങ്ങൾ, അമ്മ, അനിയത്തി, കുടുംബം. ഓർക്കുമ്പോൾ ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കണമേ. അന്ത്യം വരെ വിശ്വസ്തനായി വിശുദ്ധനായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ അരോമ ടിവിയിലൂടെ എനിക്ക് ഇതുപോലെ ഒരു സാക്ഷ്യം പറയാൻ അവസരം തന്ന ബഹുമാനപ്പെട്ട പാസ്റ്ററോട് ദയങ്കമായ നന്ദി. എൻ്റെ ശ്രോതാക്കൾക്ക് നന്ദി. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സുമേഷ് കടന്നു വന്നതായ ആ പാതകളെ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കുവാൻ, ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയുവാൻ, ദൈവം നടത്തിയ ആ വഴികൾ ദൈവനാമ മഹത്വത്തിനു വേണ്ടി ആയിരക്കണക്കിന് ജനങ്ങളോട് പങ്കുവയ്ക്കുവാൻ യാതൊരു വൈമനസ്യവും കൂടാതെ ഈ സമയം വേർതിരിച്ച് ദൈവസന്നിധിയിൽ അക്കാര്യങ്ങൾ തുറന്നു പറയുവാൻ ഇടയായി തീർന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബ പശ്ചാത്തലം മാനുഷികമായ നിലയിൽ നോക്കുമ്പോൾ ഉണ്ട്. ഒരു പോലീസിൻ്റെ മകൻ, അല്ലെങ്കിൽ ഒരു നേഴ്സിൻ്റെ മകൻ, പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ലോകപ്രകാരം നല്ല ഒരു മാന്യത,
നല്ല ഒരു കുടുംബ പശ്ചാത്തലം, നായർ തറവാട്, അങ്ങനെ ഏറ്റവും ശ്രേഷ്ഠകരമായ ലോകപ്രകാരം പുകഴ്ചകൾ പറയുവാൻ ഉള്ള ഒരു വ്യക്തി അവിടെ നിന്ന് അനുഭവിച്ച പീഡനങ്ങളുടെ അനുഭവ കഥ പറയുമ്പോൾ എന്തുകൊണ്ട് അതങ്ങനെ സംഭവിച്ചു എന്നൊരു പക്ഷെങ്കിൽ കേൾവിക്കാർക്ക് ഒരു ചോദ്യമുണ്ടാകും. എന്തുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു? ആ കുടുംബം സമൂഹത്തിൽ എല്ലാ നിലയിലും വളരെ ആദരിക്കപ്പെട്ട ഒരു കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചു? മറുപടി ഒന്നേ ഉള്ളൂ. ഈ പ്രിയപ്പെട്ടവരെ ദൈവത്തിന് ആവശ്യമുണ്ടായി. ദൈവത്തിന് ആവശ്യമുള്ള ഒരു വ്യക്തിയെ ദൈവം ആയിരിക്കുന്ന പശ്ചാത്തലത്തിൽ നിന്ന് പിഴുതെടുക്കുകയാണ് ചെയ്യുന്നത്, അടർത്തി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സങ്കീർണതകളും സാഹചര്യങ്ങളും ഒക്കെയാണ് അവിടെ നമ്മൾ ഈ വാക്കുകളിലൂടെ കണ്ടത്. കർത്താവിൻ്റെ ദാസൻ സുമേഷിനെ, തൻ്റെ മാതാവിനെ, ആ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരെ ദൈവത്തിന് വേണമായിരുന്നു. സ്തോത്രം. ഒരു മനുഷ്യൻ്റെ ആത്മാവിനെ കുറിച്ച് വചനം പറയുന്നത് അത് സർവ്വലോകത്തേക്കാളും വിലയേറിയതെന്നാണ്. വലിയൊരു കുടുംബമല്ല, കുടുംബ പശ്ചാത്തലമല്ല, പാരമ്പര്യമല്ല, തറവാടല്ല ദൈവത്തിന് വലുത്. ദൈവത്തിന് വലുത് തൻ്റെ ആത്മാവ് വസിക്കുന്ന ഒരു വ്യക്തിയെയാണ്. ആ വ്യക്തിയെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. മനുഷ്യൻ പുറമേ നോക്കുമ്പോൾ തറവാട്, സാഹചര്യം, ജീവിത നിലവാരം, ജോലി, മെച്ചപ്പെട്ട ജീവിത നിലവാരം, ഇതൊക്കെയാണ് വലുതായിട്ട് കാണുന്നതെങ്കിൽ സ്വർഗത്തിലെ ദൈവം കണ്ടത് ഈ വാത്സല്യ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരുടെ ആത്മാവാണ്. പാരമ്പര്യം പ്രകാരം ഉള്ള യാതൊരു ജീവിത സാഹചര്യങ്ങളും അവരുടെ ജീവിതത്തിൽ അവർക്ക് സമാധാനവും സന്തോഷവും സ്വസ്ഥതയും കൊടുക്കാതെ ഇരുന്നപ്പോൾ മദ്യം, മയക്കുമരുന്ന്, ലഹരി വസ്തുക്കൾ, പിന്നെ പരമ്പരാഗതമായ ഉത്സവങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, മറ്റ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഒന്നിനും ഒരു കുറവുമില്ലായിരുന്നു. പക്ഷേ അവയ്ക്കൊന്നും ജീവിതത്തിൽ ആവശ്യമായിരുന്ന ദൈവീയ സമാധാനം കൊടുക്കുവാൻ കഴിയാതെ വന്നപ്പോൾ ഇതാ വാത്സല്യ മാതാവിനെ സ്വർഗത്തിലെ ദൈവം അവിടെ നിന്ന് അടർത്തി മാറ്റി ആ കുടുംബത്തിൽ നിന്ന് ആമേൻ സൗദിയിലേക്ക് കൊണ്ടുപോയ ഒരു രംഗം ഞാൻ ഓർത്തു. ദൈവത്തിൻ്റെ വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ നിന്നോട് ഹൃദ്യമായി സംസാരിക്കേണ്ടതിന് ഞാൻ നിന്നെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വാത്സല്യ മാതാവിനെ ദൈവം മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി, അഥവാ സൗദിയുടെ പ്രദേശത്തെ കൊണ്ടുപോയി. അവിടെ വച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വാത്സല്യ മാതാവിനോട് ഇടപെടുവാനിടയായി. അവിടെ വെച്ച് യേശുവിനെ കണ്ടുമുട്ടുകയാണ്. യേശുവിനെ കുറിച്ച് അറിയുക. ജീവിതത്തിലേക്ക് കടന്നു വന്നതായ കർത്താവായ യേശു ക്രിസ്തു എപ്പോൾ മറിയയുടെ ഗർഭത്തിൽ ഉരുവായോ അപ്പോൾ അവൾ ആളുമാറി. അവൾ മറ്റൊരാൾക്ക്, സമൂഹത്തിന് ഒക്കെ ഒരു വേറിട്ട വ്യക്തിയായി മാറുവാനിടയായിത്തീർന്നു. അതുവരെ ജീവിച്ച, അതുവരെ ആയിരുന്ന മറിയ ആയിരുന്നില്ല പിന്നത്തേതിൽ യേശുവിനെ ഗർഭം ധരിച്ചതിന് ശേഷം ആമേനെ മറ്റുള്ളവരുടെ മുൻപാകെ കാണുവാൻ തക്കോടെയായി തീർന്ന് വാത്സല്യ മാതാവ്, പ്രിയ ദേവദാസൻ സുമേഷിൻ്റെ മാതാവ് സൗദിയിൽ വെച്ച് യേശുവിനെ അറിയുവാനിടയായി തീർന്ന ശേഷം താൻ ആളുമാറി. തൻ്റെ ജീവിതത്തിലേക്ക് വന്ന യേശു തന്നെ നിയന്ത്രിക്കുവാൻ തക്കവണ്ണം തുടങ്ങി. ശമരിയാക്കാരി സ്ത്രീ യേശുവിനെ അറിഞ്ഞപ്പോൾ അവൾ ആളുമാറി. തിരുവെഴുത്തുകൾ നിരവധി പ്രിയപ്പെട്ടവരെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. അവരുടെ ജീവിതത്തിലേക്ക് സന്തോഷം വരികയാണ്, സമാധാനം വരികയാണ്. കർത്താവിൻ്റെ ദാസൻ ഒരുപാട് എതിർപ്പുകൾ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ചെയ്തു എന്ന് നമ്മൾ കേട്ടു. മാതാവിൻ്റെ കയ്യിലിരുന്ന ബൈബിളൊക്കെ പിടിച്ചു പറിച്ച് കളഞ്ഞ വ്യക്തി, എറിഞ്ഞ വ്യക്തി ഇന്നിതാ ആ ബൈബിൾ ചുമന്നുകൊണ്ട് ആ ബൈബിൾ പ്രസംഗിക്കുന്ന, പഠിപ്പിക്കുന്ന, അനുസരിക്കുന്ന ഒരു വ്യക്തിയായി മാറുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എവിടെ ഒരു വ്യക്തി ദൈവത്തിൻ്റെ വചനം ദുഷിക്കുന്നുവോ, നിന്ദിക്കുന്നുവോ, ആ വ്യക്തിയെ ദൈവത്തിന് ആവശ്യമുണ്ടെങ്കിൽ ദൈവം ആ വ്യക്തിയെ കുടഞ്ഞെടുത്ത് അവൻ്റെ അഴുക്കുകളെ കളഞ്ഞ്
കർത്താവിന് പ്രയോജനമുള്ള ഒരു വ്യക്തിയാക്കി മാറ്റുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇവിടെ ഇതാ സുമേഷ് സുകുമാരൻ ഇന്ന് നല്ല ഒരു സുവിശേഷകൻ ആയി മാറിയിരിക്കുന്നു. സ്തോത്രം. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുടനീളം യേശുവിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം, തിരുവെഴുത്തുകളിലെ ആ സത്യം, ആഴമേറിയ സത്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നത് ഉടനീളം ആ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണുവാൻ കഴിയും. കർത്താവിൻ്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസനെ ദൈവം ശക്തമായി ഉപയോഗിക്കട്ടെ. കർത്താവിൻ്റെ പേരിൽ വർദ്ധിച്ചു വരുവാൻ ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് ഈ തിരുവനന്തപുരത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന അരോമ ടിവിയുടെ ശ്രോതാക്കളെ, നിങ്ങൾ എവിടെയായിരുന്നാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും നിങ്ങൾക്ക് ഒരവസരം കർത്താവ് തരികയാണ്. കർത്താവിനെ അറിയുവാൻ, കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാൻ, കർത്താവിനോട് ചേർന്നിരിക്കുവാൻ, ദൈവപ്രവൃത്തിക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കപ്പെടുവാൻ നിങ്ങൾക്ക് കർത്താവ് ഒരവസരം കൂടി തരുന്നു. ഇന്ന് രാത്രി, നിങ്ങൾ ആയിരിക്കുന്ന പകൽ, രാവിലെ, സന്ധ്യാസമയം, യാത്രയിൽ, അഥവാ നിങ്ങൾ ജോലി സ്ഥലത്ത്, എവിടെയായിരുന്നാലും നിങ്ങളായിരിക്കുന്ന ഇടത്ത് കർത്താവേ, ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ എന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുമോ? കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, യുവാവേ, യുവതി, കുഞ്ഞെ, നിന്നെ യേശു സ്നേഹിക്കുന്നു. യേശു നിന്നെ സ്നേഹിക്കുന്നു. കർത്താവ് നിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരട്ടെ, ജീവിതത്തിലേക്ക് ഇറങ്ങി വരട്ടെ. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കട്ടെ. ആൾ മാറിയവനെ പോലെ ആയിത്തീരട്ടെ. സ്തോത്രം. നമുക്ക് ഒരുപാട് പാരമ്പര്യം, പുരാണം പറയാനുണ്ട്. പക്ഷേ അതെല്ലാം നശ്വരമാണ്. എന്നാൽ അനശ്വരനായ ക്രിസ്തു യേശുവിനെ നിങ്ങൾ ദൈവവും കർത്താവുമായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റു പറയുമെങ്കിൽ നിങ്ങളും ആൾ മാറിയവനെ പോലെ ആയിത്തീരും. സ്തോത്രം, 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 സ്തോത്രം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം, ശക്തമായി പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങനെ തുടരണമേ എന്ന് പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അരോമ ടിവിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി കർത്താവിൻ്റെ ദാസൻ സുമേഷ് ഒരു നിമിഷം നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കും. ദൈവമേ, അരോമ ടിവിയിലൂടെ ഞങ്ങൾ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കണമേ. പിഞ്ചു പൈതങ്ങളെ, ബാലിക ബാലകന്മാരെ, യൗവനക്കാരെ, കുടുംബസ്ഥരെ, പ്രായമുള്ളവരെ ദൈവം അനുഗ്രഹിക്കണമേ. രോഗികളായിരിക്കുന്നവരെ ദൈവം സൗഖ്യമാക്കണമേ. സമാധാനമില്ലാത്തവർക്ക് ദൈവം സമാധാനം നൽകണമേ. സന്തോഷമില്ലാത്തവർക്ക് ദൈവം സന്തോഷം നൽകണമേ. ശാപത്തിന്റെ, മദ്യപാനങ്ങളുടെ, മയക്കുമരുന്നുകളുടെ വഴിയിലൂടെ നടക്കുന്നവർക്ക് ദൈവം ഒരു വ്യതിയാനം നൽകണമേ. ആത്മഹത്യ പ്രവണതകളിലുള്ളവർക്ക് ദൈവം ഒരു മാറ്റം നൽകണമേ. മനസ്സിന് ധൈര്യം നൽകണമേ. കുടുംബ തകർച്ചകളിലൂടെ കടന്നു പോകുന്നവരുടെ കുടുംബ ബന്ധങ്ങളെ ദൈവം പണിയണമേ. മദ്യപാനങ്ങളിൽ, മറ്റു വെറുക്കൂത്തുകളിലൂടെ കടന്നു പോകുന്നവർക്ക് ഒരു മാറ്റം നൽകണമേ. ദൈവമേ, എല്ലാ ഭവനങ്ങളിലും സന്തോഷവും സമാധാനവും നൽകണമേ. കുടുംബങ്ങളിൽ ദൈവം ഉയർച്ച നൽകണമേ. വഴിപിഴച്ച തലമുറകളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ ദൈവമേ, തലമുറകളെ പരിശുദ്ധാത്മാവ് തൊട്ട് ഇടപെട്ട് മടക്കി വരുത്തണമേ. വിദ്യാഭ്യാസം വഴിമുട്ടി നിൽക്കുന്നവരെ ദൈവം അനുഗ്രഹിച്ച് ദൈവം ഉയർത്തണമേ. കടബാധ്യതകൾ കൊണ്ട് നെരുങ്ങുന്നവരെ ദൈവം സഹായിക്കണമേ. ദൈവം അവരെ അനുഗ്രഹിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ സമൂഹത്തെ ഉയർത്തണമേ. കേൾവിക്കാരുടെ ഉള്ളത്തിൽ അകത്ത് ഇന്ന് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാകണമേ. ഞാനൊരു പാപിയാണെന്ന ചിന്തയിലൂടെ ആരെങ്കിലും പോകുന്നെങ്കിൽ യേശു ക്രിസ്തുവിൽ ലഭിക്കുന്ന പാപമോചനം ദൈവം അവർക്ക് നൽകണമേ. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രിയ ദേവദാസനായി ദൈവത്തെ സ്തുതിക്കുന്നു. അരോമ ടിവിയുടെ പ്രവർത്തനങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. വർധനവ് നൽകണമേ. ജനങ്ങളെ അനുഗ്രഹിക്കണമേ. വരും ദിവസം ഇതുപോലെ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുന്ന ആളുകളുടെ സാക്ഷ്യങ്ങൾ ആയിരങ്ങൾക്ക്, പതിനായിരങ്ങൾക്ക് അനുഗ്രഹമാക്കണമേ. ദൈവമേ, യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് ഉത്തരം തരണമേ, സ്വർഗീയ പിതാവേ. ആമേൻ.
താങ്ക് യു കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സുമേഷ് സുകുമാരൻ അവർ ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമമഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസനോടും കുടുംബത്തോടുള്ളതായ നന്ദി സ്നേഹത്തിനടുത്ത് അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ, സൗഖ്യാരോഗ്യം ദീർഘായുസ്സം ദൈവം ആദരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന അരോമ ടിവിയുടെ ഓരോ ശ്രോതാക്കളുള്ളതായ നന്ദി സ്നേഹത്തിനടുത്ത് ഞങ്ങൾ അറിയിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീർന്നത് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഈ അനുഭവ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ കേട്ട് അനുഗ്രഹിക്കപ്പെട്ട അതിലൂടെ ദൈവനാമമായി മുഖാന്തരമായി തീരുമല്ലോ. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവമായി വീണ്ടും കാണുന്നവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com